എന്റെ പ്രിയപ്പെട്ട പെണ്ണുമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, അല്ലാഹുവിന്റെ പൊരുത്തവും പ്രീതിയും കാക്ഷിക്കുന്ന ഈമാനിന്റെ അംശമെങ്കിലും അന്തരാളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള, എന്റെ ജീവിതം ആത്മീയമായ പരിവേശമുണ്ടാകുന്ന രൂപത്തിൽ ആകണമെന്ന് അതിയായി ആഗ്രഹമുള്ള, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമ പറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന് അതിയായി ആഗ്രഹമുള്ള, അവിടെ നിന്ന് മീസാൻ കല്ലിന്റെ അടിയിലുള്ള ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പടച്ചവന്റെ പൊരുത്തം പ്രീതിയും സമ്പാദിച്ചവർക്ക് കിട്ടുന്ന സൽക്കാരം കിട്ടണമെന്ന് അതിയായി ആഗ്രഹമുള്ള, അവിടെ നിന്ന് പടച്ചതമ്പുരാൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നാളെ പരലോകത്തിന്റെ പ്രതിശാലമായ ഒരു പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ പ്രീതിക്ക് പാത്രമാകണമെന്ന് അതിയായി ആഗ്രഹമുള്ള, അവരുടെ കിതാബുകൾ, നന്മ തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകൾ അവരുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ മുൻഭാഗത്തിലൂടെ വലതു കൈയിൽ എന്റെ കിതാബ് കിട്ടണമെന്ന് ആഗ്രഹമുള്ള, അവരുടെ നന്മ തിന്മകളെ തൂക്കുന്ന തുലാസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ നന്മകൾ കൂടുതൽ തൂക്കം കൂടുന്നത് കണ്ട് ആസ്വദിക്കണമെന്ന് അതിയായി ആഗ്രഹമുള്ള, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന വല്ലാത്തൊരു പാലമുണ്ട്. ആ പാലം കടന്നു പോകുമ്പോൾ കാലിടറാതെ അതിന്റെ അക്കരെയുള്ള സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണമെന്ന് ആഗ്രഹമുള്ള, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പ്രവാചകരുടെ പരിശുദ്ധമായ തീരത്ത് അണയണമെന്ന് അത്യാഗ്രഹമുള്ള, അതിയായ ആവേശവും അനുരാഗത്തിന്റെ ആഗ്രഹമുള്ള ഏതെങ്കിലും പെങ്ങന്മാർ അല്പമെങ്കിലും ഈമാൻ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ സമ്പൂർണമായും ശ്രവിക്കുകയും ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്തേ പറ്റൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ തോന്നിയതുപോലെ ജീവിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം നിങ്ങൾക്ക് അനുവാദം തരുന്നില്ല. ആർക്കും അനുവാദം തരുന്നില്ല. അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ബൈറൂട്ടായി സിമ്പിളായി സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് സ്ത്രീ സമൂഹം. ആരൊക്കെ വലിയ വലിയ ഭാരങ്ങളുടെ ഭാണ്ഡങ്ങൾ അവരെ കൊണ്ട് ചുമപ്പിക്കാൻ വേണ്ടിയിട്ട് ലിംഗസമത്വം എന്ന പേരിൽ പാവപ്പെട്ട സഹോദരിമാരെ അരങ്ങത്തകർക്ക് കൊണ്ട് അരങ്ങ് തകർത്തുകൊണ്ട് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഭാരങ്ങൾ അവരെ ഏൽപ്പിക്കാൻ പല രീതിയിലും ശ്രമിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഭാരം കുറച്ചു കൊടുക്കുകയും അവർക്ക് സുന്ദരമായ ഒരു ജീവിതത്തിന് അവസരം കൊടുക്കുകയും അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനുള്ള ആധികാരികമായ അവസരം വിധാനിച്ചു കൊടുക്കുകയും ചെയ്ത പരിശുദ്ധമായ ഇസ്ലാം കാണിച്ചു കൊടുത്ത സുന്ദരമായ അധ്യാപനങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ പറയപ്പെട്ട സന്തോഷത്തിന്റെ തലങ്ങളെ സ്വീകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നമ്മളെ കൊണ്ട് സാധ്യമാകൂ. വളരെ സിമ്പിളായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് സ്ത്രീ സമൂഹം. കാരണം അവരോട് പടച്ചോൻ ചോദിക്കൂല, നിന്റെ ഭർത്താവിന് എന്തുകൊണ്ട് നീ കഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ ഭർത്താവിനെ നീ ഊട്ടിച്ചില്ല, അവന് വേണ്ട ഭവനം വെച്ചു കൊടുത്തില്ല, അവന് വേണ്ട ഭക്ഷണത്തിന് വേണ്ടി കിട്ടുന്ന അധ്വാന പർവ്വങ്ങൾ നീ എന്തുകൊണ്ട് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്തില്ല എന്ന് ഒരൊറ്റ പെണ്ണിനോടും പടച്ചതമ്പുരാൻ ചോദിക്കൂല. നമുക്ക് വീട്ടിൽ കയറി കിടക്കാൻ പറ്റൂല, പടച്ചവന്റെ ചോദ്യം ഉണ്ടാവും. ഒരു പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞപ്പോൾ കബിൽത്തു എന്നൊക്കെ പറഞ്ഞ് നീ എങ്ങനെ സ്വീകരിച്ച് കൊണ്ടുപോയിട്ട് അവളെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പടച്ചതമ്പുരാൻ നമ്മളോട് ചോദ്യമുണ്ട്. അവരോട് അങ്ങനെ ഭർത്താവിന് എന്തുകൊണ്ട് ജോലി ചെയ്ത് ഭക്ഷണം കൊടുത്തില്ല, മക്കൾക്ക് എന്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഭക്ഷണം കൊടുത്തില്ല എന്നൊരു ചോദ്യം പ്രിയപ്പെട്ട പെണ്ണന്മാരോട് തൊഴിൽ സംബന്ധമായ പുറം ലോകത്തെക്കുറിച്ചുള്ള ചോദ്യം തന്നെയില്ല. എത്രത്തോളം സ്വാതന്ത്ര്യമാ സഹോദരങ്ങളെ അല്ലാഹു തആല വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു വേണ്ടതുപോലെ കാര്യങ്ങൾ വസ്തുതാപരമായി ചിന്തിച്ച് മനസ്സിലാക്കി പഠിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി അല്ലാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളുടെ അമൂല്യമായ അധ്യാപനങ്ങളെയും മനസ്സിലാക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അതുകൊണ്ട് ആരാകണം നിങ്ങളുടെ മോഡൽ? നാരികൾ നരകത്തിലേക്ക് നരകത്തിലേക്ക് എന്നല്ല പറഞ്ഞു. നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിച്ചോ? പല പെങ്ങന്മാർക്കും വിഷമമുണ്ടായി. പടച്ചോനെ, ഞങ്ങൾ നരകത്തിലേക്കാണെന്നാണല്ലോ ഉസ്താദ് പറയാൻ വന്നത്, അങ്ങനെയാണല്ലോ ഇവിടെ അനൗൺസ്മെന്റ് നടത്തി, ഞങ്ങൾക്ക് ആകെ വിഷമത്തില, ഞങ്ങളൊക്കെ ധർമ്മസങ്കടത്തില, വല്ലാത്ത പ്രയാസത്തിലാണ് എന്നാരും പരാതി പറയണ്ട. നരകത്തിലേക്കോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ തന്നെ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അതെ 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 അതെ. നരകത്തിലേക്കോ എന്നാണ്. നരകത്തിലേക്ക് എന്ന് പറയുന്ന നരകത്തിലേക്കോ എന്ന് പറയുന്നതിനും രണ്ട് മീനിങ്. ഇങ്ങനെ പോയാൽ നിങ്ങൾ നരകത്തിൽ പോണ പോക്കാണല്ലോ, ഇങ്ങനെ പോവുകയാണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അല്ല, നിങ്ങളൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങളെ ശപിക്കാനുള്ളൊരു സദസ്സൊന്നുമല്ല. സിമ്പിളായിട്ട് സ്വർഗത്തിൽ പോകാൻ പടച്ചതമ്പുരാൻ ഭാഗ്യം കൊടുത്തിട്ടുള്ളൊരു വിഭാഗമാണ് സ്ത്രീ വിഭാഗം. എന്നാലോ വളരെ സിമ്പിളായിട്ട് ധാരാളം സഹോദരിമാർ, ഈ സമുദായത്തിന്റെ സഹോദരിമാർ നരകത്തിൽ ആപതിച്ചുപോയ ആപൽക്കരമായ പ്രവാചകന്റെ പ്രഖ്യാപനങ്ങൾ കേട്ട് നമ്മൾ വേദനിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന, ആരാകണം പെണ്ണുമോളെ നിന്റെ മാതൃക? ഏത് പെണ്ണിനെ കണ്ടാ നീ പഠിക്കേണ്ടത്? എന്തായിരുന്നാലും അല്ലാഹുവിന്റെ ദുനിയാവിൽ ഭൂമിയുടെ പുറംതലയിൽ ഓരോ കാൽ ചുവട്ടടികളും വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഏതൊരു മനുഷ്യനും മറ്റൊരാളിനെ കണ്ടിട്ടാണ് അവന്റെ ജീവിതം പഠിക്കുന്നത്. 100% ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതം, ആരും ജീവിക്കാത്തൊരു ജീവിതം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു മനുഷ്യനില്ല. അവൻ വളർന്നു വരുമ്പോൾ അവന്റെ പരിസരം വീക്ഷിച്ച് ഞാൻ ആരെപ്പോലെ ആകണമെന്ന് അവന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ മൂലം സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതാ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തിന്റെ അടിത്തട്ടിലേക്ക് കടന്നുപോയാൽ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വസ്ത്രധാരണ, നിങ്ങൾ ഭർത്താക്കന്മാരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ, മാതാപിതാക്കളെ പരിപാലിക്കൽ, മക്കളെ പരിചരിക്കൽ, കുടുംബത്തിന്റെ എല്ലാവിധമായ കാര്യങ്ങളിലും നിങ്ങൾ വേണ്ടതുപോലെ പരിചരണ പ്രക്രിയകൾ നടത്തി മുന്നോട്ട് പോകൽ, ഈ വക കാര്യങ്ങൾ നിങ്ങൾ ആരെ കണ്ടാണ് നിങ്ങൾ മോഡലായി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും അഭ്രപാളിയിൽ തെളിയുന്ന സിനിമയുടെ മോഡലുകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വാംശീകരിച്ചിട്ടുള്ളത് എങ്കിൽ, ഏതെങ്കിലും സീരിയലുകാർ വരച്ചു കാട്ടിത്തരുന്ന ഏതെങ്കിലും തിയറികളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിൽ, പിടിക്കരുത്. അദ്ദേഹം പലതും പറയും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അവിടെ ഒന്നും തൊട്ടരുത്, അവിടെ സാധനം ഇരിക്കുന്നത്, സൗണ്ട് കുറയ്ക്കാൻ ലേശം കുറച്ച് കൈ വെച്ചു, തൊട്ട് ചെറുതായിട്ട്, അല്ലേ? ചെറുതായിട്ട് തൊട്ടിട്ടില്ല. ഉറപ്പാണോ? വെള്ളം പറയുന്നത് കണ്ണൂട്ടി ഇല്ല, തൊടരുത്. നിങ്ങൾ ഇവിടൊക്കെ ചർച്ച നടന്ന, ഞാൻ വേറെ ഏത് ലോകത്ത് ചർച്ച നടന്നാലും ഞാൻ ശ്രദ്ധിക്കൂല. ഞാൻ അങ്ങോട്ട് നോക്കിയാലും ഇവിടെ കയ്യനങ്ങ് എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ ആയിപ്പോയത് കൊണ്ട് മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ വായിച്ചു. അത് എവർക്ക് വേണ്ടിയിട്ടാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്കല്ല, മട്ടത്തിനാണ് ഉള്ളത്. റാഹത്തായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ പറഞ്ഞ? വേറെ ചില ആളുകൾ മറ്റു പലതും പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് വിട്ടുപോകും. അതാണ് പറഞ്ഞത്. എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതെങ്കിലും സീരിയല് നടിമാരോ നടന്മാരോ ഏതെങ്കിലും സിനിമയിൽ അഭിനയം വരിച്ചു കാണിക്കുന്ന ഏതെങ്കിലും നടിമാരോ നടന്മാരോ അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ മോഡലുകളായി സ്വീകരിക്കേണ്ടത്.
ഏതെങ്കിലും ഒരു പെണ്ണിനെ, ഏതെങ്കിലും ഒരു ആണിനെ, ഏതെങ്കിലും ഒരു നടീനടനെ സ്വന്തം ജീവിതത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കാൻ, അവരുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നല്ല പാഠം സ്വീകരിക്കാൻ ആർക്കെങ്കിലും അല്ലാഹുവിന്റെ ദുനിയാവിൽ ഭാഗ്യം കിട്ടിയ ചരിത്രമില്ല. പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവില്ല. നല്ലതുപോലെ ഒന്നുകൂടെ ഏതെങ്കിലും അഭിനയിക്കാൻ മാത്രം അറിയുന്ന, ജീവിക്കാനോ സത്യസന്ധതയോ ജീവിതത്തിൽ എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, എന്താണ് ആത്മീയതയുടെ അംശം എന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്ത ഈ പറയപ്പെടുന്ന സീരിയൽ നടീനടന്മാരുടെയും സിനിമാ നടന്മാരുടെയും വ്യക്തി ജീവിതത്തിൽ നിന്ന്, യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്, ആണാകട്ടെ പെണ്ണാകട്ടെ, അവന്റെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ 1% പോലും നന്മയുണ്ടാവില്ല. ഇങ്ങനെ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്കറിയോ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർ, കുടുംബജീവിതത്തിന്റെ പല കാര്യങ്ങളും അഭിനയിച്ച് കാശ് വാങ്ങാൻ അവർക്ക് നല്ല വിരുദാണ്. കേരളത്തിൽ അറിയപ്പെട്ട മലയാളി നടന്മാർ എടുത്തൊരു കണക്ക് പുറത്തു വന്നു. അത്ഭുതപ്പെട്ടു പോയത് വായിച്ചപ്പോൾ. ഒന്നല്ല രണ്ടല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ മാത്രം മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 50ഓളം വരുന്ന പ്രശസ്തരായിട്ടുള്ള സിനിമാ നടന്മാരുടെ കുടുംബജീവിതം മുഴുവനും ഡൈവോഴ്സായി പോയി, വിവാഹബന്ധം വേർപെട്ടുപോയി എന്ന വല്ലാത്ത ദുരന്തപൂർണമായ ഒരു റിപ്പോർട്ട് ആ സഹോദരങ്ങളെ അവരുടെ യഥാർത്ഥ കുടുംബജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത്. പെങ്ങന്മാര് ചിന്തിക്കാൻ പറയാം. ഒരു എക്സാമ്പിൾ കൂടെ പറയാ. ഉസ്താദ്മാർക്ക് വിഷമമൊന്നും പോയി ചില വസ്തുതകൾ വായിച്ച് മനസ്സിലാക്കുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റും. 2009 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2009 ഏറ്റവും കേരളം കാത്തിരുന്ന കാവ്യ മാധവന്റെയും നിഷാൽ ചന്ദ്രയുടെയും വിവാഹം ഒരൊറ്റ രാത്രി കൊണ്ട് പൊട്ടിത്തെറിച്ചു പോയി. രണ്ടാമത്തെ ദിവസം അവർക്കില്ല, ഒറ്റ ദിവസം കൊണ്ട് പോയി. അടുത്ത ദിവസം ഡൈവോഴ്സിനുള്ള തീരുമാനമാണ്. അതിനുശേഷം കേരളം കണ്ട കോടികൾ പൊടിപിടിച്ച തിരുവനന്തപുരം അൽസാജ് എന്ന് പറയുന്ന വലിയ വിശാലമായ പാർക്ക് പോലെയുള്ള വിശാലമായ ഏക്കർ കണക്കുള്ള ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം ക്ഷണിതാക്കളായി VIP പാസുകൾ കൊടുത്തുകൊണ്ട് പ്രത്യേകം ക്ഷണിതാക്കളായി കടന്നുപോയി. അങ്ങനെ നടന്നൊരു വിവാഹം ഈ അടുത്ത് കിടന്നു. ഫഹദ് ഫാസിലിന്റെയും നസ്രിയയുടെയും. പറഞ്ഞു കളയരുത്, ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. അതിപ്പോ ചീറ്റലാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. ബാക്കി പുറത്തൊരു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ല നമുക്ക് എന്ത് പറയാം. അതിപ്പോ തമ്മിൽ ഒരസി ആകെ പ്രശ്നത്തില്ല എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഇനി ഒരൊറ്റ വസ്തുതയും കൂടി ഞാൻ പറയുകയാണ്. ഏതെങ്കിലും നടന്മാർ, ഏതെങ്കിലും നടിമാരെ വിവാഹം ചെയ്തതിനു ശേഷം ഈ സിനിമാ രംഗത്തേക്ക് ഇറക്കിയ ഏതെങ്കിലും ഒരു നടിയെ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭർത്താവാകുന്ന നടൻ അനുവദിച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു ചരിത്രം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം അതിൽ ചീഞ്ഞു നാറുന്ന അവസ്ഥകൾ അവർക്ക് നല്ലോലറിയ അനുഭവസ്ഥരാ. അത് പറഞ്ഞാൽ ഒരു ദിവസം പറയണാവട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങൾ മോഡലാക്കുന്നവരുടെ ദുരന്തപൂർണമായ നീറുന്ന നാറുന്ന കഥകളെ കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് അവതരിപ്പിച്ചതാ. അല്ലാഹു വസ്തുതകളെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ആരാകണം നമ്മുടെ മോഡൽ? ആരാകണം പെങ്ങളെ നമ്മുടെ മോഡൽ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 5% മാത്രമേ സ്വലാത്തായിട്ടുള്ളൂ. ഒരു 50% പോലും ആകണം. 80%, 95%, 99% ഒക്കെ ആയ സദസ്സുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ 50% നിർബന്ധമായിട്ടും എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരാവേശത്തിൽ അള്ളാന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ അനുരാഗം അല്പമെങ്കിലും ഉള്ളവർ, അതിന്റെ പ്രതികരണമെന്നോണം പ്രവാചക പൊങ്കവരോട് പ്രണയമുണ്ടെങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടിയിട്ട് മുട്ടിച്ചുരുട്ടിക്കൊണ്ട് പാതിരാവിലും പച്ചവെളുപ്പാൻ കാലത്തും നട്ടുച്ചക്കുമൊക്കെ ഏതെങ്കിലും ധർണയിലോ സമര പോരാട്ടത്തിലോ സിന്ദാബാദ് സിന്ദാബാദ് എന്ന് വിളിച്ചിട്ട് നിന്റെ കൂട്ടടച്ച് നിന്റെ ശബ്ദമടച്ച് അവസാനം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങുന്ന അത്രയും വലിയ ശബ്ദമുയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുമ്പോ പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വരുന്നില്ല. മുഹമ്മദ് മുസ്തഫ സൗണ്ട് മാത്രമല്ല റെഡിയാക്കുന്നത്, സ്വലാത്തിന്റെ വോളിയോ ഞാൻ സാധാരണ റെഡിയാക്കാറുണ്ട്. മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള പ്രതിശാലമായ ഭൂഗോളത്തെ പടയ്ക്കാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്ത വിശാലമായ ഈ വിഹായസിനെ പടയ്ക്കാൻ കാരണക്കാരനായ നീലാകാശത്തെ പടയ്ക്കാൻ കാരണക്കാരനായ ഈ നീലാകാശത്തിന്റെ നീലിമയിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളെ പടയ്ക്കാൻ കാരണക്കാരനായ ആകാശസീമയിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി താരകങ്ങളെ പടയ്ക്കാൻ കാരണക്കാരനായ വലിയ വലിയ അതേ അമ്പരചുംബികളായ പർവ്വതങ്ങളെ പടയ്ക്കാൻ കാരണക്കാരനായ ആ പർവ്വതങ്ങളുടെ അടിവാരത്തുകൂടി കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളെ പടയ്ക്കാൻ കാരണക്കാരനായ അലറി വിളിക്കുന്ന അലമാലകളെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആ അലമാലകളുടെ അടിത്തട്ടിലുള്ള കോടിക്കണക്കിന് അത്ഭുതങ്ങളെ പടയ്ക്കാൻ കാരണക്കാരനായ ലോകത്തിലുള്ള സർവ്വ കാട്ടരുവികളെയും കാട്ടാറുകളെയും കാട്ടാനകളെയും ലോകത്തിലുള്ള മുഴുവൻ കാനനങ്ങളെയും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചേതന അചേതന ഗോചര അഗോചര വസ്തുക്കളെയും പടയ്ക്കാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരുണ്ടല്ലോ, തന്റെ ഹൃദയത്തിന്റെ കഠിനമാണെന്ന് ലോകത്തോട് പരിചയപ്പെടുത്തിയ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, സ്വർഗത്തിലെ തമ്പുരാട്ടിമാരുടെ തമ്പുരാട്ടിയായ ഫാത്തിമ ബീവി ഉണ്ടല്ലോ. പെങ്ങളെ, അവരാ പൊന്നുമോളെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ള പെണ്ണിന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നരകത്തിലെ നാരിയായി ഞാൻ അതപ്പതിച്ചു പോകാൻ പാടില്ല എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയാ നിന്റെ മോഡല്, ആയിഷയാ നിന്റെ മോഡല്, ഖദീജത്തുൽ കുബ്രയാ പൊന്നു പെങ്ങളെ നിന്റെ മോഡല്. നാളെ അവരെയൊക്കെ ഒന്ന് കാണണ്ടയോ? ഫാത്തിമാന്റെ പുഞ്ചിരിയുള്ള മുഖം കാണണ്ടയോ? എത്ര കാലമായി ഏതെല്ലാം ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലാഹു തങ്ങൾ കൈപിടിച്ചു കൊണ്ടുപോയപ്പോൾ വിങ്ങിപ്പൊട്ടിപ്പോയ സ്നേഹബന്ധമല്ലയോ? അലിയാറ് തങ്ങളെന്ന തന്റെ പ്രിയപ്പെട്ട മരുമകന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ മഹദിയായ ഫാത്തിമ ബീവി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വല്ലാത്ത അതീവ ദുഃഖമായിരുന്നു, വല്ലാത്ത സ്നേഹബന്ധമായിരുന്നു, വല്ലാത്ത സ്നേഹത്തിന്റെ പറയാൻ പറ്റാത്ത പ്രതീകങ്ങളായിരുന്നു ആ ഉപ്പയും മോളും അല്ലാഹുവിന്റെ റസൂലും ആ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയും. ആ പ്രിയപ്പെട്ട ഫാത്തിമയാ പൊന്നുമോളെ നിന്റെ മോഡലായി മാറേണ്ടത് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് എത്രയോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയായ ആയിഷാ ബീവി ഉണ്ടല്ലോ, ആ ആയിഷാ ബീവിയാകണം പൊന്നുമോളെ നിന്റെ മോഡല്, ഖദീജത്തുൽ കുബ്രയാകണം പൊന്നുമോളെ നിന്റെ മോഡല്. കുറച്ചും കൂടി കാലം ഇങ്ങോട്ട് വന്നു നീങ്ങുമ്പോൾ ഒരുപാട് ആത്മീയതയുടെ ഗിരിശൃംഗങ്ങളിലേക്ക് കടന്നുപോയ നഫീസത്തുൽ സിരിയ, അതുപോലെ ബീവി സുമയ്യ, അതുപോലെ ബീവി അദാ ആസിയ, എത്രയോ മഹദിമാര് തരുണിമാര് ലോകം അറിയപ്പെട്ടുപോയി. അവരുടെ ഡ്രസ് കൊണ്ടല്ല അറിയപ്പെട്ടത്, അവരുടെ അധികാരം കൊണ്ടല്ല അറിയപ്പെട്ടത്, അവരുടെ കൈക്കരുത്ത് കൊണ്ടല്ല അറിയപ്പെട്ടത്, അവരുടെ കായിക ശേഷി കൊണ്ടല്ല അറിയപ്പെട്ടത്, അവരേതെങ്കിലും പഞ്ചായത്ത് മെമ്പറായത് കൊണ്ടറിയപ്പെട്ടതല്ല, ഏതെങ്കിലും മിനിസ്റ്ററായത് കൊണ്ടറിയപ്പെട്ടതല്ല. അല്ലാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവർ കാണിച്ച ആർജവമുണ്ടല്ലോ പെങ്ങള്. ലോകം അവരുടെ പേര് കേൾക്കുമ്പോൾ മതികൂടാതെ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ട് അവർ മാറി പെങ്ങള്. എന്തുകൊണ്ടാ പൊന്നുമോളെ ആ മഹദിമാരോട് നിനക്ക് ഇഷ്ടമില്ലാത്തത്? എന്തുകൊണ്ടാ അവരുടെ ജീവിതത്തെ നീ എത്തിയെടുക്കാത്തത്? എന്തുകൊണ്ടാ മഹദിയായ ഫാത്തിമാനെ മനസ്സിലാക്കുന്ന ഒരു ഫാത്തിമ നമ്മുടെ നാട്ടിലില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാ ഖദീജമാരെ, എന്തുകൊണ്ടാ മഹദിയായ ഖദീജത്തുൽ കുബ്രാനെ അടുത്തറിയുന്ന ഒരു ഖദീജ ഇല്ലാതെ പോകുന്നത്? എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആസിയാമാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആയിഷാമാരെ, എന്തുകൊണ്ടാ പെങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹത്തിന് പാത്രമായ പ്രവാചകന്റെ എല്ലാമായിരുന്ന അല്ലാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് ഏറെ ചിന്തിച്ച് പൊട്ടിക്കറന്ന അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ഏറെ ചിന്തിച്ച് വളരെ ഗൗരവത്തോടെ മുന്നോട്ട് നീങ്ങിയ ഈ മഹദിമാരെന്തുകൊണ്ടാ പൊന്നുമോളെ നിനക്ക് മാതൃകയാ
സാധ്യമാകാത്തത്? ഒന്നറിഞ്ഞോ, മഹദിയായ ആയിഷാ ബീവി കടക്കുന്ന സ്വർഗത്തിൽ നിനക്ക് കടക്കണമെങ്കിൽ അവരുടെ വ്യക്തിശുദ്ധി നീ അറിഞ്ഞേ പറ്റൂ, അവരുടെ ചിന്താ മണ്ഡലങ്ങൾ അറിഞ്ഞേ പറ്റൂ, അവരുടെ ആധ്യാത്മികമായ അധ്യാപനങ്ങളെ പഠിച്ചേ പറ്റൂ. അറിയുമോ പെങ്ങളെ, മഹദിയായ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നി, ലോകത്തിലുള്ള മുഴുവൻ മാതാക്കളുടെയും മാതാവായ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, എങ്ങനെയാണ് അവർ ജീവിച്ചതെന്നറിയുമോ? എന്ത് പ്രഖ്യാപനമാണ് അവർ ലോകത്തോട് കൊടുത്തതെന്നറിയുമോ? അറിയണേ, അവരുടെ ജീവിതത്തിലുള്ള ആത്മീയമായ ചമൽക്കാരത്തെ കുറിച്ച് അറിയണേ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മഹദിയായ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. ആയിഷ ബീവിന്റെ മടിത്തട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് തലവെക്കുകയാ. തലവെച്ചുകൊണ്ടിറങ്ങുമ്പോൾ അതാ അല്ലാഹുവിന്റെ റസൂലൊന്ന് മയങ്ങുമ്പോൾ ഹബീബായ പ്രവാചകന്റെ സുന്ദരമായ വദനം തന്റെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തിലെ സ്വർഗത്തിന്റെ തമ്പുരാട്ടിമാരുടെ തമ്പുരാട്ടിയായ ആയിഷ ബീവി ഒരു വേള പരലോകത്തെ കുറിച്ച് ചിന്തിക്കുകയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തിന് കീണയായി തുണയായിട്ടുണ്ട്. എന്റെ എല്ലാമെല്ലാമായ പ്രവാചകനെ എനിക്ക് പരലോകത്തിന് കിട്ടുമോ റബ്ബേ? അവർ ചിന്തിക്കുന്നത് എല്ലാ ചിന്തയും പരലോകത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മടിയിൽ കിടക്കുമ്പോൾ അറിയണേ, അങ്ങനെ ചിന്തിച്ചപ്പോൾ ഫബക്കത്ത് ആയിഷ ബീവി കരഞ്ഞു പോവുകയാ. ഹത്താ സാല ദംഉഹാ ഫസഖത, അതേ ഫനഖത അലാ ഖദ്ദി റസൂലില്ലാഹ്, ഫനഖത അലാ ഖദ്ദി റസൂലില്ലാഹ്. ഹബീബായ പ്രവാചകന്റെ ആ പനിനീർ പുഷ്പത്തിന്റെ നൈർമല്യമുള്ള, റോസായിതളിന്റെ നൈർമല്യമുള്ള, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറത്തിലുള്ള സുന്ദരമായ കടൽത്തടത്തിലേക്ക് ആ മണിമുത്തുകള് മഹദിയായ ആയിഷ ബീവിയുടെ കണ്ണുനീര് വീണു. പൊന്നുമോള്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മിഴി തുറന്നു. പൊന്നുമോള്, കടന്നുകൊണ്ട് സജലങ്ങളായ കണ്ണുകളോടെ അല്ലാഹുവിന്റെ റസൂൽ നോക്കിക്കൊണ്ട് വിതുമ്പുന്ന ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, യാ ആയിഷ മാ യുബ്കീകി യാ ആയിഷ, എന്തിനാ ആയിഷ നീ കരയുന്നത്? എന്നോട് പറ, എന്തിനാ നീ വിഷമിക്കുന്നത്? നിന്റെ പ്രയാസം എന്താ? നിന്റെ ബുദ്ധിമുട്ടെന്താ? മഹദിയായ ആയിഷ ബീവി പറയുകയാ, ദക്റത്തുൽ ആഖിറ, ഞാൻ ആഖിറത്തിനെ കുറിച്ച് ഓർത്തു യാ റസൂലല്ലാഹ്. ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, ആ പരലോകത്തിന്റെ പ്രകമ്പനങ്ങളുള്ള നാളില് അല്ലാഹുവിന്റെ റസൂലേ, ആർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടാകുമോ? പെങ്ങളെ, ഇന്ന് വരെ ഭർത്താവിനോട് നീ ചോദിച്ചിട്ടുണ്ടോ? എത്ര രാവുകളിൽ അന്തിയിറങ്ങിയിട്ടുണ്ട്, ക്ഷയിച്ചിട്ടുണ്ട്, ലയിച്ചിട്ടുണ്ട്, രമിച്ചിട്ടുണ്ട്. നിന്റെ എല്ലാം പങ്കുവച്ച നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നിനക്ക് സ്നേഹമുണ്ടെന്ന് പറയുന്നവളാ, ആ ഭർത്താവിനോട് നീ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഈ ദുനിയാവിലുള്ള നൈമിഷികമായ ലോകത്ത് പടച്ച തമ്പുരാൻ നമ്മളെ ഒരുമിച്ച് കൂട്ടി നമ്മളെ എല്ലാം ആക്കി രഹസ്യമെന്ന മറയിലെല്ലാം നീക്കിക്കൊണ്ട് നമ്മളെ ഇണകളാക്കി അല്ലാഹു തന്നവരാ. പരലോകത്തിൽ എന്റെ പൊന്നിനെ എനിക്ക് കിട്ടുവോ? നിന്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, ഏതെങ്കിലും അന്യ പെണ്ണിനെയല്ല പൊന്നെ തേനെ കരളെ എന്ന് വിളിക്കാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സ് തുറന്ന് സ്നേഹം പങ്കിടാനുള്ളത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോടാ. എന്തെല്ലാം മധുരമോറും അവർക്ക് സന്തോഷമുണ്ടാകുന്ന സംസാരങ്ങള്, ആ സംസാരങ്ങളെല്ലാം നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ നീ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെങ്ങള് പറഞ്ഞിട്ടുണ്ടോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ? ആ സ്വർഗത്തിൽ നിങ്ങളെ എനിക്ക് ഭർത്താവായി കിട്ടുവോ? അവിടെയല്ലേ എനിക്ക് ഭർത്താവായി വേണ്ടത്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആ പരലോകം മരണമില്ലാത്ത പരലോകം. സുമ്മ ലാ യമൂതു വലാ യഹ്യാ, ആ
മരണമില്ലാത്ത പരലോകത്തിൽ എനിക്ക് ഭർത്താവായി നിങ്ങളെ കിട്ടുവോ? അവിടത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു തരുത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിച്ച ജീവിതത്തിലെ ഏതെങ്കിലും ഒരു യാമം, ഒരു ദശ, ഒരു സമയം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് മകന് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലെ അങ്ങയുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമോ നിങ്ങള്? ഇപ്പൊ എന്റെ ഇണയായി, തുണയായി, എല്ലാമായി എന്റെ മനസ്സിന്റെ എല്ലാമായി നിങ്ങൾ എന്റെ മടിത്തട്ടിലുണ്ട്. അല്ലാഹുവിന്റെ പരലോകത്തിൽ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഓർക്കുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് ആണയിട്ട് കൊണ്ട് പറയുകയാ, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ പിടുത്തത്തിലാണോ ആ അല്ലാഹുവിനെ തന്നെ സത്യം. ഹൽ തദ്കുറൂ ഫീ സലാസതി മവാത്തിൻ, ഫീ സലാസതി മവാത്തിൻ, 3 ഘട്ടങ്ങളിൽ യാ ആയിഷ, 3 ഘട്ടങ്ങളിൽ. ഒരാളും തന്റെ ശരീരത്തിനെ അല്ലാതെ ഓർക്കൂല. വിശദീകരിക്കൽ എന്റെ ഉദ്ദേശം അല്ലെങ്കിൽ പോലും ആ മഹദിയായ ആയിഷാ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഉദ്ധരണി അതിനോടൊന്ന് ചേർത്ത് ഞാൻ പെട്ടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയും, യാ ആയിഷാ, പരലോകത്തിലുള്ള 3 ഘട്ടങ്ങളിൽ ആരും ആരെ കുറിച്ച് ഓർക്കൂല ആയിഷ. അതിലൊന്നാമത്തെ ഘട്ടം ഏതാണെന്നറിയുവോ? ഇദാ വുദിഅത്തിൽ മവാസീനു വവുസിനത്തിൽ അഅമാലു ഹത്താ യൻദുറ ഇബ്നു ആദം അയഖ്ഫു മീസാനുഹു യം യസ്കുലു. അവൻ ചെയ്ത കർമ്മങ്ങളുണ്ടല്ലോ, സുഹൃതങ്ങളുണ്ടല്ലോ, തിന്മയുണ്ടല്ലോ, എല്ലാ അമാലുകളും അമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. ഒരമണി തൂക്കം നന്മയാറ് ചെയ്തുവോ, ഒരമണി തൂക്കം തിന്മയാറ് ചെയ്തുവോ, എല്ലാ നന്മ തിന്മകളും കൊണ്ടുവരപ്പെടുന്ന ഒരു ലോകമുണ്ടല്ലോ, എല്ലാ നന്മകളെയും തിന്മകളെയും കൂട്ടിയണക്കുന്ന ഒരു ലോകമുണ്ടല്ലോ. അവിടെ കൂട്ടിക്കൊണ്ട് ചോദിക്കുമല്ലോ നന്മകൾ തിന്മകൾ കിതാബുകൾ കൊടുത്തുകൊണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ വുദിഅത്തിൽ മവാസീനു, അവന്റെ നന്മ തിന്മകൾ എണ്ണപ്പെട്ട ഏടുകൾ തുലാസിൽ വെക്കുമ്പോൾ എന്റെ നന്മയാണോ റബ്ബേ ജയപരാജയങ്ങൾ നിർണയിക്കുന്ന സമയമല്ലയോ, ജയ അപജയങ്ങൾ നിർണയിക്കുന്ന സമയമല്ലയോ, രക്ഷാശിക്ഷകൾ നിർണയിക്കുന്ന സമയമല്ലയോ, അവന് നരകമാണോ സ്വർഗമാണോ പടച്ചവൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സമയം നിർണയിക്കുന്ന സമയമില്ലയോ? ആ സമയം ആയിഷ, അവന്റെ മീസാനിന്റെ തുലാസിങ്ങനെ ആടുന്നൊരു സമയമുണ്ട്. അല്ലാഹുവേ, ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമോ അതോ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എന്നെ ആനയിക്കപ്പെടുമോ? ആ ഒരു ഘട്ടം നിർണയിക്കുന്ന തുലാസിന്റെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നൊരു സമയം. യാ ആയിഷ, ആരും ആരെ കുറിച്ച് ഓർക്കൂല ആയിഷ, ആരെ കണ്ടാലും തിരിച്ചറിയൂല ആയിഷ, എന്തൊക്കെ ബോംബ് പൊട്ടിയാലും ആരും തിരിഞ്ഞു നോക്കൂല ആയിഷ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചിന്തിക്ക് പെണ്ണുമോളെ. രണ്ടാമത്തെ ഘട്ടം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഇൻദ സുഹഫി ഹത്താ യൻദുറ ബിയമീനിഹി യുഖദു കിതാബുഹു ഔ ബിശിമാലിഹി. അവന്റെ നന്മ തിന്മകൾ എഴുതപ്പെട്ട ആ ഏടിനെ കൊണ്ടുവരുമ്പോൾ വലതു കൈയിലാണോ കിട്ടുന്നത്? ആ കിതാബ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയം എന്റെ പിൻഭാഗത്തിലൂടെ എന്റെ ഇടത് കൈയിലാണോ കിട്ടുന്നത്, അതോ എന്റെ മുൻഭാഗത്തിലൂടെ വലതു കൈയിലാണോ എനിക്ക് കിട്ടുന്നത്? ആ സമയം ആയിഷ ആരും ആരെയും തിരിച്ചറിയൂല ആയിഷ. മൂന്നാമത്തെ ഘട്ടമേതാ പെങ്ങളെ? ആ സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ പെണ്ണുമോളെ, ആ പാലം കടന്നു കിട്ടിയാൽ സ്വർഗമല്ലയോ? കിളക്കണ്ട പൂട്ടണ്ട വഴി കൊല്ലണ്ട, നിനക്കുള്ളതെല്ലാം അവിടെയുണ്ട്, നീ മറക്കേണ്ട.
സുന്ദരികളായ തരുണികളുള്ള സുന്ദരന്മാരായ യുവാക്കളുള്ള അവർക്കുള്ള മുമ്പല്ലിന്റെ ലംഘന കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. ആ പാലം കടന്നാൽ സ്വർഗവാ. പക്ഷേ പെണ്ണുകളെ, ആ പാലത്തിലെങ്ങാനും നിന്റെ കർമ്മത്തിന്റെ ഏതെങ്കിലും ദോഷപ്രവർത്തനങ്ങൾ കൊണ്ട് ദുഷ്പ്രവർത്തനങ്ങൾ കൊണ്ട് ആ കാലങ്ങാണം ഇടറിപ്പോയാൽ വീടുന്നത് കേവലം വെള്ളത്തിലേക്കല്ല. നമ്മുടെ നാട്ടിൽ എത്ര പാലങ്ങളുണ്ട്, എത്ര ഹൈവേകളുണ്ട് സഹോദരങ്ങളെ, എത്ര പാലങ്ങളുണ്ട്, എത്ര പാലങ്ങളുണ്ട്. ആ പാലം പൊളിഞ്ഞു പോയാൽ വീഴുന്നത് വെള്ളത്തിലാ, അല്ലെങ്കിൽ ഏതെങ്കിലും തരിശുഭൂമിയില. പടച്ചവൻ വെച്ചിട്ടുള്ള പാലത്തിൽ നിന്ന് കാലൊന്നു വഴുതിപ്പോയാൽ പച്ച മനുഷ്യരെയും പാറക്കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് ആപതിച്ചു പോകുന്ന വല്ലാത്ത ഒരു ഭീകരവും ഭീഭത്സവുമായ നരകത്തിലേക്ക്. അതുകൊണ്ട് ആ സിറാത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടവും എങ്ങനെയൊന്ന് അക്കരെ പറ്റാൻ പറ്റും, എങ്ങനെയൊന്ന് അക്കരെ പോകാൻ പറ്റും, എങ്ങനെയാണ് ഞാൻ അക്കരെ പോവുക എന്ന് പരിഭ്രമിച്ചു നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ആയിഷ ഞാൻ ആരെക്കുറിച്ചും ആരും എന്ന് ഓർക്കൂല എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് മഹദിയായ ആയിഷക്ക് ചോദിക്കാനുള്ളത് അങ്ങനാണെങ്കിൽ, അവരാ പെങ്ങളെ നിന്റെ മോഡലുകൾ, അവരാ പെങ്ങളെ നിന്റെ മോഡലുകൾ അറിയുമോ സഹോദരിമാരെ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് കുന്തു അദ്ഖുലു ബൈത്തല്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമഉ സൗബി ഫഅഖൂലു ഇന്നമാ ഹുവ സൗജി വഅബീ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്നത് പ്രിയപ്പെട്ട ആയിഷയുടെ വീടിനോട് ചേർന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വഫാത്തായി കിടക്കുന്ന സമയം ആ വീട്ടിന്റെ പരിസരത്ത് പൂർണ്ണമായ ഒരു അവ്രത്ത് നാം പാലിക്കേണ്ടിയിരുന്നില്ല. വീട്ടിന്റെ ഉള്ളിലെ കാര്യവാ പറയുന്നത്, ആ മതിൽക്കെട്ടിന്റെ ഉള്ളിലെ ബൗണ്ടറിയുടെ ഉള്ളിലെ കാര്യവാ പറയുന്നത്. കാരണം അവിടെ കിടക്കുന്നത് എന്റെ ഭർത്താവാണല്ലോ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരം ചേർന്ന് വന്ന ലോകത്തിന്റെ ഇതിഹാസം പ്രണയത്തിന്റെ പ്രതീകമായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് രണ്ടാമത്തെ ഖബർ വരുന്നത്. അപ്പോൾ മഹദിയായ ആയിഷ പറയുക, ഞാൻ കൂടുതലൊന്നും ഗൗരവത്തോടെ കണ്ടിട്ടില്ല. എന്റെ വീട്ടിൽ പൂർണ്ണമായിട്ടും എന്റെ മുഖമത്തന് ഞാൻ താഴ്ത്തിയിട്ടില്ല. എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്താ കാരണമെന്നറിയുമോ? എന്റെ ചാരത്ത് കിടക്കുന്നത് ഒന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ സൗജി, മറ്റൊന്ന് അബീ, മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പയ. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല, ഖബറിൽ കിടക്കുന്നവരുടെ കാര്യമാ പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മോഡലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള പെങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ഔറത്ത് മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന പെങ്ങളെ, ഒന്ന് ഗൗരവത്തോടെ ചിന്തിച്ചോ. മഹദിയായ ഇസാബീൽ പറയുക, പെണ്ണുമോള്, ഫലമ്മാ ദുഫിന ഉമറു മാഹും, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ, 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുവാണ് നീതി എന്ന രണ്ടക്ഷരം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത വലിയ മഹാനുണ്ടല്ലോ, ആ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് പോലും അനുരാഗത്തിന്റെ അകമ്പടിയും അലമാലകളും പ്രകമ്പനവും കൊണ്ട് റസൂലുള്ള വഫാത്തായെന്ന് പോലും മനസ്സിന് അംഗീകരിക്കാൻ പറ്റാത്തത്രയും വലിയ പ്രണയത്തോടെ ഒരു പിടിച്ച വാടുമായി പ്രവാചകൻ വഫാത്തായി കിടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ആ തിരുമേനയുടെ അടുത്ത് പോയി നിന്ന്, ആരാടാ റസൂല് വഫാത്താകുന്ന വാപ്പ എന്ന് പറയുന്നത്? എന്റെ റസൂല് വഫാത്താകൂല. ഉമറിനറിയാത്തത് കൊണ്ടല്ല, ഉമറിനറിയാത്തത് കൊണ്ടല്ല, മനസ്സങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. ആമിനാന്റെ മുത്തിനോടുള്ള പ്രണയപ്രബന്ധം കൊണ്ടാ.
ഇൻഷാ അല്ലാഹ് മദ്ഹുർ റസൂൽ പ്രഭാഷണം പറഞ്ഞരായ ഗോവർഷോദ ഉസ്താദ് നാളെയുണ്ടാകും. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കൂടുതൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നിയമിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് എന്ന ഇസ്ലാമിന്റെ പുലിയുണ്ടല്ലോ, നീതിയുടെ ഗർജനമുണ്ടല്ലോ, നീതിയുടെ സിംഹഗർജനമുണ്ടല്ലോ, ഉമറുൽ ഫാറൂഖ് എന്ന മൂന്നക്ഷരമുണ്ടല്ലോ. സഹോദരങ്ങളെ ആയിഷ ബീവി ആണയിട്ട് പറയുകയാ, ആ ഉമറാകുന്ന മൂന്നാമൻ എന്റെ ഭർത്താവിന്റെയും എന്റെ പിതാവിന്റെയും അടുത്ത് മൂന്നാമതൊരു ഖബർ വന്നപ്പോൾ മൂന്നാമത്തെ ആളാരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹബീബാകുന്ന അബൂബക്കർ സിദ്ദീഖിന്റെയും അടുത്തേക്ക് മൂന്നാമതൊരു ഹബീബ് ആരാ വരുന്നത്? മഹാനായ ഉമറുൽ ഫാറൂഖ്. നാളെ അങ്ങോട്ട് ചെല്ലുമ്പോ ഉമർ തങ്ങളെങ്ങാണം കാണുകടടാ, അവൻ എന്റെ പേര് കേട്ടിട്ട് റളിയല്ലാഹു അൻഹു പറയാത്തവനാണെന്നെങ്ങാണം ഉമർ തങ്ങൾക്കെങ്ങാണം മനസ്സിലായ പണി പാളും. ചെറിയ ആളൊന്നുമല്ല, മലക്ക് പോലും ഖബറിൽ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോ നിന്റെ റബ്ബ് ആരാ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചാളാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം പറയണ്ട, എത്ര ദിവസം പറയാൻ ഉമറുൽ ഫാറൂഖ്. അല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. കുറച്ച് ചേറുകൾ കൂടി ബാക്കിയുണ്ട്. പുറത്തേക്കുന്നവർക്കകത്തിരുന്നാൽ വലിയൊരു പ്രതിഫലം കിട്ടുന്നത്. ആരെയും ജയിപ്പിക്കാനുള്ള പരിപാടിയല്ല ഇത്. അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടി തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ ആരെയും ജയിപ്പിക്കാനല്ല, ആരെയും തോൽപ്പിക്കാനല്ല, ആരുടെയും വോട്ട് പിടിക്കാനോ കുറയ്ക്കാനോ നടന്ന ഇലക്ഷനിൽ നടന്ന ജയപരാജയങ്ങളെ കുറിച്ചൊരു അവലോകനം നടത്താനോ ഒന്നുമല്ല. ഇതിവിടെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിൽ ഒരു പിടി അനുരാഗികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ നാടുകളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾ ഈ വിനീതൻ എവിടെ പ്രഭാഷണം ഉണ്ടെന്ന് ഈ വിനീതന്റെ പേജിലൊക്കെ കുട്ടികൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ വിളിച്ചു ചോദിക്കുക, ഉസ്താദെ ലൈവ് ഉണ്ടോ? ഞങ്ങൾ ഇവിടെ ആയി പോയി, ലൈവ് ഉണ്ടെങ്കിൽ ഒന്ന് കാണാമായിരുന്നു, ലൈവ് ഉണ്ടെങ്കിൽ കേൾക്കാമായിരുന്നു എന്ന് എത്രയെത്ര പ്രവാസികൾ പടച്ച തമ്പുരാനെ അവരുടെ എല്ലാ പ്രയാസ പ്രകമ്പനങ്ങളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ. ഒട്ടനവധി പ്രവാസികൾ ഏതെല്ലാമോ ലോകത്ത് നിന്നുകൊണ്ട് ഈ വിനീതനെ വീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ, ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആമീൻ പറയാൻ നമ്മുടെ കടമയല്ലേ? അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് കൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. ഒരു കൂര സ്വപ്നം കണ്ടിട്ട് പോയ ആളുകളാ, മകളുടെ വിവാഹം സ്വപ്നം കണ്ടിട്ട് പോയവരാ, കടം വീണാൻ കടം വാങ്ങി കടല് കടന്നു പോയ ആളുകളാ, അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അവരുടെ പ്രിയപ്പെട്ട പലരും പല വേദനകളിലുമാണ് അല്ലാ, എല്ലാ വേദനകളും നീ അകറ്റിക്കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ, കടന്നു വരാ മഹദിയായ ഇശത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അവിടെ രണ്ട് ഖബറായിരുന്നു ഉള്ളത്. ഒരു ഖബർ എന്റെ ഉപ്പാടെ ഖബറാ, മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന എന്റെ റസൂലിന്റെ ഖബറാ. അവർ രണ്ടുപേരും എനിക്ക് അന്യരല്ല. പക്ഷേ മൂന്നാമതൊരു ഖബർ അവിടെ വന്നു. ആ ഉമർ തങ്ങളുടെ ഖബർ മൂന്നാമതവിടെ വന്നപ്പോൾ മഹദിയായ ഇസാ ബീവി ആണയിട്ടുകൊണ്ട് പറയുകയാ, മാ ദഖൽതു ഇല്ലാ വഅന മസ്ജൂദത്തുൻ അലയ്യ സിയാബി ഹയാഅൻ മിൻ ഉമറ, ഹയാഅൻ മിൻ ഉമറ, ഹയാഅൻ മിൻ ഉമറ. ഉമറാകുന്ന അന്യപുരുഷനെ തൊട്ട് പൂർണ്ണമായ ശരീരം മറച്ചിട്ടല്ലാതെ പിന്നെ ഞാൻ ആ പരിസരത്ത് കൂടി പോയിട്ടില്ല എന്ന് ഖബറിൽ കിടക്കുന്ന ഉമറുൽ ഫാറൂഖിനോടുള്ള ലജ്ജ കൊണ്ട്, അന്യപുരുഷനാണല്ലോ അതിന്റെ ലജ്ജ കൊണ്ട് മഹദി അവറുകൾ പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാടനിങ്ങളെ പോസ്റ്റർ കാണുമ്പോൾ ഒരു ഈമാനുള്ള ആളിന് വേദന തോന്നില്ലേ പെണ്ണുമോളെ? ആർക്കൊക്കെ വോട്ട് കിട്ടിയാലും ആർക്കൊക്കെ വോട്ട് കുറഞ്ഞാലും ആരൊക്കെ എന്നോട് പ്രതിഷേധം പ്രകടിപ്പിച്ചാലും ഈ ഉസ്താദ് പഴഞ്ചനാണെന്ന് പറഞ്ഞാലും മക്കളെയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോകൾ ഈ സമയത്ത് കേരളത്തിൽ നടന്നപ്പോൾ, ഈ സമുദായത്തിന്റെ പെൺകൊടിമാർ കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ എന്ത് കിട്ടി പെണ്ണുമോളെ, എന്ത് കിട്ടി പെണ്ണുമോളെ? അതുകൊണ്ട് ആലോചിക്കണം, നിന്നെ മറയാൻ പഠിപ്പിച്ചത്, നിന്നെ ഔറത്ത് മറക്കാൻ പഠിപ്പിച്ചത്, നീ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ച നിന്റെ
ജീവിതത്തിന്റെ മോഡൽ ഞാനതാ പറഞ്ഞു വന്നത്. ആരാകണം പൊന്നുമോളെ? മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയാകണം. അവർ ജീവിച്ചത് ഇങ്ങനെയാ. സ്വർഗത്തിൽ പോകാൻ എനിക്ക് കഴിയും എന്നാഗ്രഹമുള്ള ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹയാവും ലജ്ജയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയ ഏതെങ്കിലും പെൺകുട്ടികൾ വീട്ടില് കുറച്ചെങ്കിലും ലജ്ജ തോന്നിപ്പോയ ഉടൻ തന്നെ ഉമ്മ പറയാം, നീ എന്താ ഇത് ആളുകളെ കാണുമ്പോ അങ്ങോട്ട് ഓടിപ്പോകുന്നു. കുറച്ച് ലജ്ജയുള്ള ഏതെങ്കിലും ചെറിയ പെൺകുട്ടികൾ ആ ലജ്ജയോടെ വളർന്നു വരുമ്പോൾ അവരുടെ ലജ്ജയെ തല്ലിത്തകർക്കുന്ന നാണംകെട്ട സമുദായത്തിന്റെ യുവതികൾ, നീ എന്താ മറ്റേ അപ്പുറത്തേക്കാക്ക ഇങ്ങോട്ട് നീ ഉള്ളി അകത്തോട്ട് പോയി, അവരെന്ത് വിചാരിക്കും? നിനക്ക് ഈ ഡ്രസ് ഇട്ടാൽ എന്താ ഒരു കുഴപ്പം? നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നില്ലേ എന്നൊക്കെ അവരുടെ ഔറത്തുകൾ അന്യ പുരുഷന്മാർക്ക് ആസ്വദിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നരകത്തിന്റെ കൊള്ളികളാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ പൊന്നുമോളെ? സൂറത്തുൽ അഹ്സാബിന്റെ 34-ാമത്തെ ആയത്ത്, പെങ്ങളെ നിന്റെ വ്യക്തി ജീവിതത്തിന്റെയും നിന്റെ അരമനയുടെ അന്തഃപുരങ്ങൾ അകത്തളങ്ങൾ ആത്മീയവൽക്കരിക്കുന്നതിന്റെയും പ്രത്യേകമായ അധ്യാപനം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തുൽ ഊലാ وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا واذكرن ما يتلى في بيوتكن واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. അള്ളാന്റെ ഖുർആന് വിശ്വാസമുള്ള പെങ്ങളാണോ? അള്ളാന്റെ കലാമിൽ വിശ്വാസമുള്ള പെങ്ങളാണോ? 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു ദൈവിക ഗ്രന്ഥമുണ്ടെങ്കിൽ ഒരു വല്ലുപിള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ 1500 വർഷങ്ങൾക്ക് ഹിറാ ഗോത്രത്തിൽ വെച്ച് സമാരംഭം കുറിച്ച് പ്രപഞ്ചത്തെ മുഴുവനും പ്രകമ്പനം കൊള്ളിച്ച ഒരു വല്ലുപിള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ ആലോചന മുഴുവനും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക് വിഹായസിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്ന പെങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ പൊന്നുമോളെ. അല്ലാഹു പറയുകയാ, പടഞ്ചന്മ ജാഹിലിയ കാലഘട്ടത്തിൽ അരങ്ങ് തകർത്തിരുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ആ പെണ്ണുങ്ങളെ പോലെ അങ്ങാടിയിൽ എത്തണ്ടല്ലേ പൊന്നുമോളെ, അരങ്ങ് തകർക്കല്ലേ പൊന്നുമോളെ, നിന്റെ വസ്ത്രത്തിന്റെ പ്രദർശന വേളയായി കല്യാണ വീടുകൾ മാറ്റല്ലേ പൊന്നുമോളെ. അണിഞ്ഞൊരുങ്ങി ഞാൻ എന്റെ സാരി എടുക്കുമ്പോൾ എന്റെ വസ്ത്രം എടുക്കുമ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണോ നിന്റെ മനസ്സിലുള്ളത്? എന്നെ കുറിച്ച് എല്ലാവരും ഒന്ന് വിലയിരുത്തണമെന്നാണോ നിന്റെ മനസ്സിലുള്ളത്? എന്റെ മനസ്സിലുണ്ടോ ഞാൻ ഈ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഇന്ന് എല്ലാവരും ഒന്ന് പിടിച്ചു നോക്കി. ഇതെവിടുന്ന ഫാത്തിമ, ഇതെവിടുന്ന ആയിഷ, ഇതെവിടുന്ന ഖദീജ? കൊള്ളാമല്ലോ, നെറ്റിപ്പട്ടം പോലെയുള്ള പർദ്ദയുടെ ആ മിനുക്കം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അന്യ ആളുകളെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന വസ്ത്രധാരണം നടത്തുന്ന പെണ്ണ്. അല്ലാഹു പറയുകയാ, പൊന്നുമോളെ അടങ്ങി ഒതുങ്ങി നീ ജീവിക്കണേ മോളെ. തബറുജവല തബറജന തബറുജൽ ജാഹിലിയത്തുൽ ഊലാ വഅഖിംന സ്വലാത്ത്, നിസ്കാരം നിലനിർത്തണേ. വഅതൈന സകാത്ത് കൊടുക്കണേ. വഅതൈന അല്ലാഹ വറസൂല, സീരിയലിന്റെ നബിമാരല്ല പൊന്നുമോളെ, അവര് പറയുന്നതല്ല നീ കേൾക്കാനുള്ളത്. അല്ലാഹു നീ വഴിപ്പെടണേ, റസൂലഹു അല്ലാഹു റസൂലിനെ വഴിപ്പെടണേ. നിന്റെ വീട്ടിന്റെ അരമനയുടെ അകത്തളത്തിലുള്ള ആത്മീയമായ ചമത്കാരം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുകയാ. വഖുർന മാ യുസ്ലാ ഫീ ബുയൂതികും
മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. അല്ലാഹുവിന്റെ വചനാമൃതങ്ങളെ നിന്റെ വീട്ടിൽ നീ പാരായണം ചെയ്യണേ പൊന്നുമോളെ. നിന്റെ വീട്ടില് സിനിമാ ഗാനങ്ങളല്ല കമ്പടി സേവിക്കേണ്ടത്. നിന്റെ വീട്ടില് റിയാലിറ്റി ഷോയല്ല തെല്ലി തകർക്കേണ്ടത്. നിന്റെ വീട്ടില് സൂപ്പർ ഡാൻസുകളുടെ മേളക്കൊഴുപ്പുകളല്ല അരങ്ങു തകർക്കേണ്ടത്. നിന്റെ വീട്ടില് കുട്ടിപ്പട്ടാളത്തിന്റെ കൊച്ചുകുട്ടികളുടെ കലപില ശബ്ദമല്ല പൊന്നുമോള്. നിന്റെ വീട്ടില് വേണ്ടത് വറുക്കുറില്ല അള്ളാന്റെ വിക്റുകളാ. മിൻ ആയാത്തില്ല അള്ളാന്റെ ആയാത്തുകളാ. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനൊന്ന് മനസ്സ് തുറന്ന് ചോദിക്കട്ടെയോ, ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല. എടുപ്പത് ജോലിയുണ്ട് ഉസ്താദേ, നിങ്ങൾക്ക് മറ്റു കിട്ടുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ 100 കൂട്ടം ജോലികളാ. ഞങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നോക്കാനുണ്ട്, ഞങ്ങളെ മക്കളെ ശ്രദ്ധിക്കാനുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരക്കാ ഉസ്താദേ. നിങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എടുപ്പത് പണിയൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പ്രഭാഷണം നടത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, കടന്നുപോയ പെങ്ങന്മാര് ഭർത്താക്കന്മാരെ നോക്കിയവരല്ലയോ? മക്കളെ ആത്മീയമായ ചമത്കാരത്തിൽ കൊണ്ടുവന്നവരല്ലയോ? വീട്ടിൽ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോയവരല്ലയോ? ഒരു ആത്മീയമായ വിലാസം കൊണ്ട് പ്രോജ്വലമായ ജീവിതം കാഴ്ചവെച്ചവരല്ലയോ? എന്റെ പെങ്ങളെ, എന്ത് കാരണം പറഞ്ഞാലും ഞാൻ ഓർത്തു പോവുകയാ, കടന്ന ജനറേഷനിലെ പ്രിയപ്പെട്ട നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മപ്പെങ്ങന്മാർ, അവരെങ്ങനെയാ പെങ്ങളെ ജീവിച്ചത്? അവര് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്താൽ അതാ ഉദൂ ചെയ്യുകയാ. ഉദൂ ചെയ്തുകൊണ്ട് അവരുടെ പ്രൈവറ്റ് റൂമിലേക്ക് പോവുകയാ. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. അല്ലാഹുവിന്റെ റസൂൽ ഖൈറെന്ന് പറഞ്ഞ ഒരു ഇടം അല്ലാത്ത ഏതെങ്കിലും ഒരിടം ദുനിയാവിലുണ്ടോ? ഏതൊക്കെ അവാന്തര വിഭാഗക്കാർ പെണ്ണിനെ പുറത്തിറക്കി പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആണുങ്ങളെ കിട്ടുന്നില്ല, അതുകൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവന്നാൽ പിന്നെ രസമായിട്ട് കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ കിട്ടും. അതുകൊണ്ട് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന അവാന്തര വിഭാഗക്കാരുടെ ആ വല്ലാത്ത വർത്തമാനങ്ങളും ആരും മയങ്ങിപ്പോകരുത്. പടച്ചവൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ദുനിയാവിലുള്ള ഏറ്റവും വലിയ ക്യാൻസറിന്റെ വൈറസുകൾ ഈ നാട്ടിലില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിറത്ത് പോലും മോശപ്പെട്ടു പോകുന്ന അത്തരത്തിലുള്ള എല്ലാ പുത്തൻ ചിന്താഗതികളെ തൊട്ടും പടച്ചവനെ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബക്കാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാവരെയും നീ കാക്കി ഈമാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഊട്ടിയുറപ്പിച്ച് മുഖ്ലിസീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അവർക്ക് പ്രാർത്ഥന നടത്തിയും അവരുടെ പ്രഖ്യാപനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു അതിൽ ഊട്ടിയുറപ്പിച്ച് തരുമാറാകട്ടെ. എന്റെ പെങ്ങളെ, അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, ആ സഹോദരിമാർ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്താൽ തന്റെ പ്രിയപ്പെട്ട ചെറിയ മക്കളുണ്ടാവും, നിസ്കാരത്തിനൊന്നും പക്വത എത്തിയിട്ടില്ലാത്ത മുറ്റത്തൊക്കെ ഓടിക്കളിച്ച് മണ്ണിലും ഇതൊക്കെ കളിച്ചിട്ടുള്ള കുട്ടികൾ. ഇപ്പൊ എവിടെ കുട്ടികൾക്ക് എവിടെ കളിക്കാൻ നേരം? ഏത് കുട്ടികളാണോ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെ കാണാൻ കൊതിയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ വല്ലാത്ത പ്രശ്നമുണ്ട്, ഒന്നും പറയാൻ പോരാ. സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഒരുപാട് വിഷയങ്ങൾ അതിന്റെ പിന്നിൽ പറയാനുണ്ട്. മുറ്റത്ത് ഓടിക്കളിച്ച് പൂമ്പാറ്റകളോട് സംസാരിച്ച് ചെടികളോട് സല്ലപിച്ച് അല്ലേ, ആ പോച്ചപ്പുറത്തും മുറ്റത്തും ഓടിക്കളിച്ചുകൊണ്ട് ആ ചിരട്ടയില് ഇതൊക്കെ അപ്പം ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇവിടെ അവർക്ക് അവരുടെ ഐപോഡ് താഴെ വെക്കാൻ സമയം കിട്ടുന്നില്ല. അവർക്ക് കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് മാറാൻ സമയം കിട്ടുന്നില്ല. ആകെ ചിലപ്പോൾ അരമണിക്കൂർ ആ സ്പേസ് കിട്ടുന്നത് രാവിലെ സുബഹിക്ക് മുമ്പേ ട്യൂഷന്, കാരണം മദ്രസയൊക്കെ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാം മാറ്റി വെച്ചിട്ട് മക്കള് ജനിക്കുമ്പോഴല്ല, ഇപ്പോ ഈ അടുത്തൊരു കാർട്ടൂൺ കാണാനിടയായി. എന്താ കാർട്ടൂൺ? പത്രത്തിൽ വന്ന കാർട്ടൂൺ. ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കാർട്ടൂൺ. എന്താ കാർട്ടൂൺ? ഒരു ഗർഭിണിയായ പെണ്ണെന്ന് പറയാൻ ഒറിജിനൽ പെണ്ണല്ലോ, വരച്ചങ്ങനെ ഒരു കാർട്ടൂണാണ്. ഇന്നിപ്പോ ഒന്നും പറയാൻ പറ്റൂല, പെട്ടെന്ന് അത് ക്ലിപ്പാവുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ കാർട്ടൂൺ രൂപത്തിലെ ഒരു ഗർഭിണിയായ പെണ്ണിനെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ഒരാള് ഒരു ലെൻസ് കൊണ്ടിട്ട്, ഒരു ലെൻസുമായിട്ട് ഒരാൾ ഇങ്ങനെ ആ ഗർഭിണിയായ തെള്ളി
പൊന്തിയിരിക്കുന്ന വയറിന്റെ ഭാഗത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. എന്താ വിഷയം? എന്നിട്ട് അടിയിൽ കുറിപ്പ് കൊടുത്തിരിക്കുക, അകത്ത് വെച്ച് ട്യൂഷൻ കൊടുക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് നോക്കുകയാണ് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുക. അതാ ഇപ്പൊ ട്യൂഷന്റെ അവസ്ഥ. ബാത്റൂമിൽ പോയോന്ന് ചോദിച്ചാൽ 3 ദിവസമായി ഉസ്താദ്, എന്താ ചെയ്യുക, ഒരുപാട് പോഷൻ തീരാനുണ്ട് എന്നാ പറഞ്ഞത്. എന്തൊരു ദുരിതമാ സഹോദരങ്ങളെ. ഒരു കുട്ടി വയറ്റിലുണ്ടെന്ന് കേട്ടാൽ ആ കുട്ടിയെ എങ്ങനെ പരുവപ്പെടുത്തി ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, 3, 4, 5 ഒക്കെ ഉള്ള ശമ്പളം മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹത്തിന് ഈ പൊറോട്ടയുടെ മാവ് ഒഴക്കുന്ന പോലെ അവരെ കൊണ്ടച്ചൊരു കോലമാക്കി അവരെ വല്ലാതെ പീഡിപ്പിക്കല് തന്നെയാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ആ മക്കൾക്കൊന്ന് ശുദ്ധമായി ശ്വസിക്കാൻ എന്താ ജീവിതം എന്ന് അറിയുന്നുണ്ട് ഇപ്പോഴത്തെ മക്കൾക്ക്. അവരെക്കാളും വലിയ വെയിറ്റില് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ, അതിന് മുമ്പ് തന്നെ ട്യൂഷൻ സെന്ററിലേക്ക് പോവുകയാ. എന്നിട്ട് ഓടി വരികയാണ്. കാരണം എന്താ, ട്യൂഷന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലെ വണ്ടി മുമ്പിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് ഓടിപ്പടച്ച് വരികയാണ്. ഒരു 2 ഇഡ്ഡലി എങ്ങനെങ്കിലും ഇങ്ങനെ ഈ സോഡാ കുപ്പിയുടെ മറ്റേ അടിക്കുന്ന മാതിരി 2 അടി അടിച്ചിട്ട് അകത്താക്കുക. കണ്ണും തള്ളിയിട്ടൊരു പോക്കാ, നേരെ കയറി പോല. കാരണം യൂണിഫോം ഇട്ടുകൊണ്ടാണ് ട്യൂഷന് പോകുന്നത്. സമയമില്ല, നേരെ വണ്ടി പോവാ. എന്നിട്ടോ സുബ്ഹാനല്ലാഹ് തിരിച്ചു വരുമ്പോ വാടിക്കൊടന്ന് ഈ പുഷ്പം പോലെയുള്ള പാവപ്പെട്ട കുഞ്ഞ് വാടിക്കൊടന്ന് എന്തെല്ലാം വിസ്ഫോടനങ്ങളാണ് ആ ചെറിയ മസ്തിഷ്കത്തിൽ ഇങ്ങനെ പ്രസരിപ്പിച്ച് എല്ലാം കൂടെ കേട്ട് അത്ഭുതപ്പെട്ട് വാടിക്കൊടഞ്ഞ് എന്തൊരു യന്ത്രം പോലെ, ഒരു റോബോട്ട് പോലെ ഇങ്ങനെ ആടിക്കൊടഞ്ഞ് 5 മണി, 5:30 മണി, 6 മണി സമയത്ത് ഇങ്ങനെ വീട്ടിൽ വരികയാ. എന്നിട്ട് അടുത്ത ട്യൂഷൻ ഉണ്ട്. 5 മിനിറ്റ് പോലും കിട്ടൂല. കുട്ടിക്ക് കുളിക്കാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, വേണ്ടതുപോലെ ഒന്നും വാപ്പ സംസാരിക്കാത്ത ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അതിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ മടിത്തട്ടാകുന്ന ആദ്യത്തെ പാഠശാലയിൽ നിന്ന് അധ്യാപനങ്ങൾ ആത്മീയമായി അവർക്ക് കിട്ടണം. അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പഠിപ്പിച്ചത് ആദ്യമായിട്ട് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ അധ്യാപന അനുരാഗ പാഠങ്ങളെയാണ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചെറിയ മക്കളെ കളിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോയത്. ആ മക്കളോട് ഈ മുമ്പുള്ള ഉമ്മമാരും സഹോദരിമാരും പറയും, മോനെ ബാങ്ക് കൊടുത്ത് മോളെ കളി മതിയാക്ക്. നിസ്കാരത്തിന് പക്വത എത്തിയിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ആ മക്കളോട് പറയും, മോനെ നീ ആ ഉമ്മറത്ത് അവിടെ പോയിരുന്ന് സ്വലാത്ത് ചെല്ല്, മോളെ നീ സ്വലാത്ത് ചെല്ല്. നിസ്കാരത്തിന് പറ്റുന്ന കുട്ടികളാണെങ്കിലോ ഉപ്പാന്റെ കൂടെ പള്ളിയിൽ പോ, അല്ലെ ഇക്കാന്റെ കൂടെ പള്ളിയിൽ പോ, പള്ളിയിലോട്ട് പറഞ്ഞു. പെൺകുട്ടികളാണെങ്കിലോ അവൾ നിസ്കരിക്കുന്ന ആ പ്രൈവറ്റ് റൂമിൽ തന്നെ ഒരു ചെറിയ നിസ്കാര കുപ്പായൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആ മുസല്ലയോട് ചേർന്ന് നിർത്തിയിട്ട് അവരെ നിസ്കാരം പഠിപ്പിക്കുന്നൊരവസ്ഥ. എന്നിട്ടോ ആ സഹോദരിയത മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു അക്ബർ കൈ കെട്ടിയാലോ, കുറച്ചവനെ ഇന്നലെ കണ്ടതിന്റെ ഭാഗം എന്തായിരിക്കും, അവൾ ആകെ പ്രയാസത്തിലാണ്. ഒരു തുണ്ട് കയറുമായിട്ടാ പോയത്. 7 മണിക്ക് തുടങ്ങും, 6:30 തുടങ്ങും. എന്തായിരിക്കും അവസ്ഥ? ആ കയർ എന്തിനാ അവൾ കൊണ്ടുപോയത്? എന്നാലും ആ ഭർത്താവ് എന്തിനാ അങ്ങനെ പറഞ്ഞു? എന്നാലും ആ കുട്ടി എന്തിനാ ഇങ്ങനെ 100 കൂട്ടം ചിന്ത. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന റിമോട്ട് കൺട്രോൾ ആ ചവിട്ടി പിടിച്ചിരിക്കുക ഒരു കാലം. ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം, മുസല്ല അങ്ങോട്ട് വലിച്ചിട്ട. അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരമാണോ? അല്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മീയമായ ആ തേജോമയമായവൻ ആ മനസ്സോടെ പടച്ചവന്റെ മുമ്പിൽ അർപ്പണ മനോഭാവത്തോടെ സമർപ്പണ മനോഭാവത്തോടെ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടുമ്പോൾ ആ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവൾ ആ നിസ്കാരപ്പായി ഇരിക്കുകയാ, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയാ. കാരണം തിരക്കില്ല, ഓടണ്ട, സീരിയലിൽ കാണണ്ട, ഒരു ഡാൻസും കാണണ്ട, ഒരു തോന്നിവാസവും കാണണ്ട. അതുകൊണ്ട് ആ നിസ്കാരപ്പായിൽ അവൾ ഇരിക്കുമ്പോൾ, ആ നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മഗ്‌രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള സുന്ദരമായ സമയമുണ്ടല്ലോ പെങ്ങളെ, ആ സമയത്തിൽ സന്തോഷത്തോടെ പടച്ചവനുമായിട്ട് അടുപ്പം കാണിക്കുമ്പോൾ നിസ്കാരമെല്ലാം കടന്നുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, വിശുദ്ധമായ കലാമുണ്ടല്ലോ, കയ്യെത്തുന്ന ദൂരത്ത് വെച്ചിരിക്കുക. ആ കലാം എടുക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം
മിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആൻ ഓതിയിട്ട് അവൾ എളിമയെ കൂടുന്നില്ല. ആ ഖുർആൻ ഓതിയത് യാസീനെങ്കിലും അവൾ ഓതിയിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരന്നുകൊണ്ട് ദ്വാരക്കയാ, അല്ലാഹുവേ എന്റെ നിസ്കാരം സ്വീകരിക്കണേ അല്ലാ, എന്റെ ഖുർആൻ ഓതൽ സ്വീകരിക്കണേ അല്ലാ, എന്റെ പാപം പൊറുക്കണേ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അന്നം അന്വേഷിച്ച് അന്യനാട്ടിൽ പോയിരിക്കുകയാണ് അല്ലാ, ആ ഭർത്താവിന് ഖൈർ നൽകണേ അല്ലാ, പടച്ചവനെ നീ ഏൽപ്പിച്ച അമാനത്ത് മുതലാകുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ സന്താനങ്ങളാക്കണേ റബ്ബേ. ഞാൻ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ മിസ്ലു സവാബിനെ, അതിന്റെ പ്രതിഫലം പോലത്തെ ഒരു പ്രതിഫലത്തെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും മുത്തയും ഖബറില അല്ലാ, എനിക്ക് എന്നെ ഞാനാക്കി എന്റെ ഉമ്മ ഖബറില റബ്ബേ, എന്നെ ഞാനാക്കി എന്റെ ഉപ്പ ഖബറില അല്ലാ, ആ ഉപ്പയുടെ ഖബറിലേക്ക് ഒരു പ്രകാശമായി നീ പരിലസിപ്പിക്കണേ അല്ലാ. ഇങ്ങനെ ദ്വാരന്ന് പൊട്ടിക്കരന്നുകൊണ്ടാ മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള സുന്ദരമായ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന വലിയ മുബാറക്കായ വഖത്തുണ്ടല്ലോ, ആ സമയത്ത് പടച്ചവനുമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പങ്കിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ അത് കടന്നിട്ട് മോടുന്നില്ല, അത് കടന്നിട്ട് അവൾ എഴുന്നേറ്റോടുന്നില്ല. അതാ അത് കടന്നിട്ട് തൊട്ടടുത്തതാ മൗലിദിന്റെ കിതാബ് തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുകയാ. ആ മൗലിദിന്റെ കിതാബ് എടുത്തുകൊണ്ട് അവൾ പാടുകയാ, ഞാൻ തുടങ്ങിയിടും മാല പാരായണം ചെയ്യുന്ന പെങ്ങന്മാരുണ്ടായിരുന്നു. ആ വീട്ടിലെന്ത് സന്തോഷമായിരുന്നു പെങ്ങളെ, ആ വീട്ടിലെന്ത് സമാധാനമായിരുന്നു പെങ്ങളെ. ഉണ്ണാനും മുടുക്കാനും കുറവായിരുന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്ത് സന്തോഷമായിരുന്നു പെണ്ണുമോളെ, എന്ത് സമാധാനമായിരുന്നു പെണ്ണുമോളെ. ആ വീട്ടിൽ നല്ല റാഹത്തായിരുന്നല്ലോ പെണ്ണുമോളെ. തമ്മിൽ കലഹമില്ല, ഭർത്താവും ഭാര്യയും തമ്മിൽ കലഹങ്ങളില്ല. മക്കളെ ഇങ്ങോട്ട് വിളിച്ചാൽ അവരങ്ങോട്ട് പോകില്ല, മക്കള് പഠിച്ചു പോകില്ല. പ്രയാസങ്ങൾ ജീവിതത്തിൽ പലതും ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു കാവൽ നൽകിയിരുന്നു. ഇപ്പോഴോ എന്തെല്ലാം സൗകര്യങ്ങളാ, കോടിക്കണക്കിന് രൂപയുടെ വീടുകളുണ്ട്. അതാ ഭർത്താവിന് ഇവിടെയും വിദേശത്തും ഒരുപാട് സാമ്രാജ്യങ്ങളുണ്ട്. മക്കൾ നല്ല ഹൈ ടെക്നോളജിയിൽ അവർ കടന്നു പോകുന്നത് എന്തെല്ലാം ആധുനിക സംവിധാനങ്ങളിലൂടെയാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ കടന്നു പോകുന്നത്. ശീതീകരിച്ച റൂമുകളിൽ കിടക്കുന്ന പെണ്ണ്, 100 കൂട്ടം പ്രയാസങ്ങളല്ലയോ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പുറത്ത് പറയാൻ പറ്റാത്ത എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധികളുവാ. മക്കളനുസരണയുണ്ടോ, ഭർത്താവിനെ കൊണ്ട് ശൈര്യമുണ്ടോ, എന്തെങ്കിലും മാനസികമായ സംതൃപ്തി നിന്റെ ജീവിതത്തിലുണ്ടോ? എന്താ പൊന്നുമോളെ കാരണം, എന്താ പൊന്നുമോളെ കാരണം? ആ മുൻഗാമികളായ മഹതിമാര് ജീവിച്ചു കാണിച്ചു എന്ന സുന്ദരമായ പാതയുണ്ടല്ലോ, ആ പാതയിൽ നിന്ന് നീ മാറി സഞ്ചരിച്ചു പൊന്നുമോളെ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, വീട്ടിൽ ഈ പറയപ്പെട്ട അല്ലാഹുവിന് നിരക്കാത്ത ദീന് നിരക്കാത്ത ഏതെങ്കിലും തോന്നിവാസങ്ങൾ കൊണ്ട് അരങ്ങ് തകർക്കാനുള്ള വീടല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകൾ ഉണ്ടാകണം. വൽ ഹിക്മ, അല്ലാഹുവിനെ അറിയാൻ പറ്റുന്ന തത്വജ്ഞാനങ്ങൾ പാരായണം ചെയ്യുന്ന വീടുകൾ ഉണ്ടാകണം. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. പെങ്ങളെ കഴിയുമോ പൊന്നുമോളെ, പെങ്ങളെ സാധിക്കുമോ പൊന്നുമോളെ? അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു ബക്കറ്റ് അങ്ങോട്ട് വരും, 1 or 2 ഒക്കെ വരും. വിൽപ്പനയ്ക്കുള്ള ബക്കറ്റല്ല, ബക്കറ്റ് നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവനകൾ ഇടണം.
ദുആ ചെയ്യാനല്ലേ? അതിന്റെ അർത്ഥം നിങ്ങൾ പെട്ടെന്ന് നിർത്തിക്കൊള്ളാൻ നിർത്താൻ തുടങ്ങിയിട്ടുള്ളൂ. ദ്വാരക്കാളിൽ ഇൻഷാ അല്ലാഹ് ഒരു ഒറ്റ പോയിന്റോടെ തൽക്കാലം നിർത്താൻ പ്രയാസമായി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരൊറ്റ പോയിന്റ് കൂടെ ഇൻഷാ അല്ലാഹ്. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇല്ലെങ്കിലും ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി എന്താ പറഞ്ഞത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു കബൂലിയത്തുള്ള ഒരു സൗദാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നാളെ പരിപാടികൾ ഉള്ളതാണ്. പാലക്കാടൊക്കെ തണുത്ത കാറ്റൊക്കെ അടിക്കുന്ന എനിക്ക് തോന്നുന്നു. പല നിലയ്ക്ക് അസ്വസ്ഥതകളുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇന്നലെ ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിൽ വലിയ തണുപ്പായിരുന്നു. എല്ലാവരും ഒരുവിധപ്പെട്ട ആളുകളൊക്കെ മങ്കിത്തൊപ്പി ഇട്ടുണ്ട്. ആ തൊപ്പി ഇവിടെ അറിയോ? മങ്കിത്തൊപ്പി എന്ന് പറയുന്ന തൊപ്പി അറിയോ? മങ്കിന്ന് കേട്ടപ്പോ ഒരു മോശം പോലെ. അതൊന്നുമില്ല. തൊപ്പി ഇങ്ങനെ കണ്ണു മാത്രം കണ്ടിട്ട് ബാക്കി ഇങ്ങനെ കുട്ടികളെ കിട്ടുന്ന വലിയൊരു തൊപ്പിയുണ്ട്. അതൊക്കെ ഇട്ടോണ്ട് പല ആളുകൾ ഒരു തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു. ഞാൻ ഓർത്തു പോയി ഇത് പറഞ്ഞപ്പോ ഈ അടുത്ത സമയത്ത് കൊടകിലൊരു പരിപാടി ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓടിപ്പിടച്ച് ഞാൻ ചെന്ന് ഒരുപാട് ലേറ്റായി പോയി. ആ കൊടകിലൊരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കുന്നുണ്ട്. പറയാനും കൊണ്ട് ശരിക്കും പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത്, എനിക്ക് അവിടുത്തെ അവസ്ഥ ഒന്നും അറിയില്ല, ഞാൻ വിചാരിച്ചത് ഈ AC സംവിധാനമൊക്കെ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ നോക്കുക, AC ഒക്കെ ഓണാക്കി ഓഫാക്കാൻ വേണ്ടിയിട്ട് പരിസരത്ത് AC ഒക്കെ നോക്കുമ്പോൾ ഒരു AC ഇല്ല, ഒരു ഫാൻ പോലും ഇല്ല. പിന്നെ ഞാനിങ്ങനെ ആളുകളെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരുടെ തലയിൽ കെട്ടുകൊണ്ട് നല്ല കുട്ടികളായ സുന്നത്ത് മറന്നു എല്ലാം എടുത്തിട്ട് റാഹത്തായിട്ട് മൂവാക്കാൻ വേണ്ടി 2 കണ്ണുകളുള്ള ആളുകളാണ് കൂടുതൽ. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ മറച്ചിരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗൾഫിൽ എന്താണ് കുറച്ച് കുറവുണ്ടെന്നൊക്കെ തോന്നില്ലേ? കുറഞ്ഞു വരികയാണ് അല്ലേ? കുറച്ച് തണുപ്പ് അല്ലാഹു എല്ലാ പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ബക്കറ്റ് ഇതുവരെ അങ്ങോട്ട് പോയില്ലല്ലോ. ബക്കറ്റ് വാങ്ങാൻ പോയിട്ടുണ്ടോ? ഒരു ബക്കറ്റിന്റെ ഉണ്ടോ? ഇൻഷാ അല്ലാഹ് അവർ ആത്മാർത്ഥമായിട്ട് എല്ലാ ആളുകളും ഇതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട്. വലിയ ലക്ഷ്യമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ഒരു പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ജാരിയായ സദഖ. അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന സദഖകളിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സഹായം. നല്ല ഇഖ്ലാസോടെ നിങ്ങൾ എല്ലാവരും അതിൽ സഹായിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പെങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സദസ്സ് ഒരുക്കിയിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഇനി ഉസ്താദെ പൈസ ഒന്നുമില്ല, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, കുറച്ച് സ്വർണ്ണം എന്റെ കയ്യിലുണ്ട്, തന്നുവിട്ടാ നിങ്ങൾക്ക് ദേഷ്യമാവോ, സദസ്സിന് ഒരു അതപകടാവോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കും. ഒരു അതപകടവും ഇല്ല. വളരെ റാഹത്തായി സന്തോഷമായിട്ട് ഉള്ളത് ഇൻഷാ അല്ലാഹ് ഇനി കൊടുത്തു വിട്ടാൽ വലിയ തൗഫീഖുള്ള സഹോദരിമാർക്ക് ചിരിക്കാനുള്ള ചിന്തിക്കാൻ വേണ്ടി പറയാ. വലിയ ഭാഗ്യമുള്ള പെങ്ങന്മാർക്ക് അങ്ങനെ സ്വർണം കൊടുക്കാൻ പറ്റും. കാരണം വേണമെങ്കിൽ അവർ കൈ നീട്ടി തരും, വെട്ടിക്കൊണ്ടുപോയിക്കോ, അതിലെ കിടക്കുന്ന മോതിര ഊരി ഇപ്പുറത്തെ കയ്യിലോട്ട് ഇട്ടിട്ട് കൈ വേണമെങ്കിലും വെട്ടിക്കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇഷ്ടമാണ് ഈ സ്വർണത്തോട് അവർക്ക്. അത്ര ഇഷ്ടമുള്ള സ്വർണം അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട്, പള്ളിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ മജ്‌ലിസിലേക്ക്, പടച്ചവന്റെ ദീൻ പറയുന്ന മജ്‌ലിസിലേക്ക് ചങ്കൂറ്റത്തോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് അവൾ ബീവി ഫാത്തിമാനെ സ്നേഹിക്കുന്നവളാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ഇതുവരെ ബക്കറ്റ് പോയില്ല. ശരി, അവര് നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു അത് മാത്രം പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും വേണ്ട. ഞാനിടുന്ന ചെറിയ സംഭാവന മനസ്സിലല്ലേ? നിങ്ങളുടെ കയ്യിലുള്ള കൊമ്പൻ സ്രാവുകൾ ഉണ്ടാവും, ചെറിയ നെയ്ത്തോലി സാധനങ്ങളൊക്കെ നമുക്ക് വേറെ കൊണ്ടുപോയി കൊടുക്കാം. പലയിടത്തും കൊണ്ടിട്ട് എടുക്കാത്ത നോട്ടുകൾ ഉണ്ടാവും, കീറി പോവാതെ ഇങ്ങനെ വിട്ടു പോകാറായത്. മാർക്കറ്റിൽ പോയപ്പോ അവര് തെറി വിളിച്ചത്, ബസ്സിൽ കൊടുത്തപ്പോൾ പോടാന്ന് പറഞ്ഞ് അവര് കൈവീശിയതൊക്കെ അതൊക്കെ ഇൻഷാ അല്ലാഹ് ബാങ്കിൽ കൊടുത്ത് പുതിയ നമുക്ക് വാങ്ങാം. നല്ല നോട്ടുകൾ, നല്ല പടപ്പ നോട്ടുകൾ, നല്ല റാഹത്തായി ഈമാനോട് നല്ല കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് വലിയ വലിയ സാധനങ്ങൾ അതിൽ നിക്ഷേപിക്കണം. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ആരാണ് ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മമാസത്തിൽ ഈ മജ്‌ലിസിനെ സഹായിക്കുന്നവരല്ലാ, നീ ഖൈർ നൽകണേ റബ്ബേ, നീ ബറക്കത്ത് നൽകണേ അല്ലാ, നീ സിഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്ത് പ്രയാസ പ്രതിസന്ധിയായിരുന്നാലും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അവരെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ വിഷമങ്ങളിൽ നിന്നും അവരെ നീ കരകയറ്റണേ റബ്ബേ. പടച്ചവനെ, ലക്ഷങ്ങൾ വേണ്ടിവരുന്ന ക്യാൻസർ, എയ്ഡ്സ്, മന്ത് പോലെയുള്ള മാരക ഭീകര ബീഭത്സ രോഗങ്ങൾ അവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും നീ കൊടുത്ത് പരീക്ഷിക്കല്ല റബ്ബേ. പടച്ചവനെ, എല്ലാ ശാരീരികമായ തളർച്ചകളെ തൊട്ടും സാമ്പത്തികമായ തകർച്ചകളെ തൊട്ടും നീ അവരെ കാക്കണേ റബ്ബേ. ബിഹഖി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മുൻഗാമികളായ സഹോദരിമാർ
അള്ളാന്റെ ഖുർആൻ പറഞ്ഞതുപോലെ വൽഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മതി ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ അല്ലാഹുവിന്റെ തത്വജ്ഞാനങ്ങൾ, അല്ലാഹുവിലേക്ക് അടുപ്പമുണ്ടാകാൻ പറ്റുന്ന ആത്മീയമായ ആ വിഭവങ്ങൾ കൊണ്ട് വിധാനങ്ങൾ ഒരുക്കുന്ന വീട്ടിന്റെ അരമനയുടെ അകത്തളങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ ചോദിക്കുക, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടക്കുള്ള സമയം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നിസ്കാര കുപ്പായം നിന്റെ വീട്ടിലുണ്ടോ? മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്ക് തുച്ഛമായ സമയമുള്ളൂ. ആ സമയത്ത് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നിസ്കാര കുപ്പായം നിന്റെ വീട്ടിലുണ്ടോ പൊന്നുമോളെ? ഏതെങ്കിലും ഒരു നിസ്കാര റൂം എന്റെ വീട്ടിലുണ്ടോ പൊന്നുമോളെ? ഏതെങ്കിലും ഒരു നിസ്കാര മുസല്ലയുണ്ടോ, നിസ്കാരപ്പായുണ്ടോ? മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്ക് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ടോ എന്ന് ചിന്തിക്കു പൊന്നുമോളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിന്റെ മോഡലുകളാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള. അതുകൊണ്ട് അവര് ജീവിച്ചതുപോലെ ജീവിക്കാൻ, അവര് വസ്ത്രം ധരിച്ചതുപോലെ ധരിക്കാൻ, അവർ ലജ്ജ കാണിച്ചതുപോലെ ലജ്ജ കാണിക്കാൻ, അവർ പരലോകത്തെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞതുപോലെ പൊട്ടിക്കരയാൻ, അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെയും അല്ലാഹുവിന്റെ സ്വർഗത്തില് തനിക്ക് ഇണയായി തുണയായി കിട്ടുമോ എന്ന് ആത്മീയമായ ചിന്തയോടെ മുന്നോട്ട് പോയവരെ അങ്ങനെ ചിന്തിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങന്മാരോട് വസ്ത്രധാരണയുടെ വിഷയം പറയുമ്പോൾ ഒരു പോയിന്റ് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരും എന്റെ പരിസരത്ത് ഒരുപാട് ഉമ്മമാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, വിഷമിപ്പിക്കാനല്ല. ഈ നാട്ടിലുള്ള ബഹുഭൂരിഭാഗം വരുന്ന പെങ്ങന്മാരും പറതയിടുന്ന പെങ്ങന്മാരാ, ബഹുഭൂരിഭാഗം വരുന്ന സഹോദരിമാര് പറതയിടുന്ന സഹോദരിമാരാ, 99% വരുന്ന ഉമ്മമാര് പറതയിട്ടുകൊണ്ട് നടക്കുന്ന ഉമ്മമാരാ. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ടാ തന്നെ അല്ലാഹുവിന്റെ ദീൻ, പടച്ചവന്റെ ദീൻ ഈ പർദ്ദയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മറുപടി കൂട്ടിയത്? പർദ്ദ നല്ല വസ്ത്രധാരണം അത്രമാണെന്ന് പണ്ഡിതന്മാർ പ്രഖ്യാപനം നടത്തിയത്. ആ പർദ്ദ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും മറന്നു കിടക്കുന്ന വസ്ത്രമായിരുന്നു. ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ ആരൊക്കെ ചുടന്നു നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റാതെ നല്ല നല്ല പർദ്ദകളായിട്ടൊരു പർദ്ദാ സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഇപ്പോൾ ഉണ്ടോ ഇല്ലേ എന്ന് രണ്ട് ചിന്തയ്ക്കുള്ള വല്ലാത്ത വേദനയുള്ള കാലവാ. കാരണം നല്ല പർദ്ദകൾ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ, നല്ല പർദ്ദകൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ആ പർദ്ദ കൊണ്ടുവന്നിട്ട് ഇളനീരുകാരി ചെത്തുന്നത് പോലെ ഒരു ചെത്തിയൊരുക്കുണ്ടല്ലോ. ഇളനീരുകാരിങ്ങനെ ചെത്തിയൊരുക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ഒരു ഇളനീര് പാർസൽ കൊണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു ചെത്തുണ്ട് അങ്ങനെ ചെത്തി പിന്നൊരു സ്ട്രോ കുത്തി അത് വീട്ടിൽ പോയി. പിന്നെ വീട്ടിൽ പോയി നമ്മൾ മെനക്കെടണ്ട, ഒരു സ്ട്രോ കൊണ്ട് വെച്ചാൽ വെള്ളത്തിൽ പോയി. അതേപോലെ എല്ലാ വടിവുള്ള ഭാഗങ്ങളും പെങ്ങളെയാ സുന്ദരമായ പർദ്ദ കൊണ്ടുവന്ന് നീ അതിനെ മോഡലാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ, പെങ്ങളെ ഞാൻ തുറന്നു പറയുന്നു പെങ്ങളെ, ഈമാനുള്ള കൽബ് കൊണ്ട് കേൾക്കണേ പെങ്ങളെ, സ്വർഗത്തിൽ പോകുന്ന പർദ്ദയുണ്ട് പൊന്നുമോളെ, നരകത്തിൽ പോകുന്ന പർദ്ദകളുമുണ്ട് പൊന്നുമോളെ. പറയാതിരിക്കാൻ നിർവാഹമില്ല. മുമ്പുള്ള ചുരിദാറുകളെക്കാൾ, മുമ്പുള്ള മറ്റുള്ള പരിഷ്കാര വസ്ത്രങ്ങളെക്കാൾ ഇപ്പോൾ ചില പർദ്ദകൾ കാണുകയാ. ശരീരത്തിന്റെ മാംസള ഭാഗങ്ങളുടെ എല്ലാ തുടിപ്പുകളും ചലനവും അന്യപുരുഷന്മാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തില് ടൈറ്റ് ഫിറ്റായി സ്കിൻ ഫിറ്റായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് പർദ്ദ എന്ന ഹൂറില്ലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓമന പേരിട്ടുകൊണ്ട് പർവീനെന്നോ ഏതെങ്കിലുമൊക്കെ ഓമന പേരിട്ടുകൊണ്ട് പർദ്ദ വാങ്ങിയിട്ടത് കൊണ്ട് ഫാത്തിമ ബീവിയെ കാണാമെന്ന് വ്യാമോഹിക്കേണ്ട മോളെ. ഏത് വസ്ത്രമായിരുന്നാലും പർദ്ദ എന്ന പേര് പറഞ്ഞില്ലെങ്കിലും നിന്റെ ശരീരത്തിന്റെ ആ മാംസള ഭാഗങ്ങളുണ്ടല്ലോ, ഒരു അന്യപുരുഷനും അതിന്റെ അളവും തൂക്കവും കണ്ടാൽ തിരിയരുത്, അതിന്റെ ചലനം കണ്ടാൽ തിരിയരുത്. നിന്റെ ശരീരത്തിൽ
ശരീരത്തിന്റെ ആകാര ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം നീ സൃഷ്ടിക്കരുത് മോളെ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഒരു കൂട്ടം പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവർക്ക് വസ്ത്രമുണ്ട്, പക്ഷേ അവര് നഗ്നരാ. മഹാനായ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസല്ലയോ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തൊട്ടുദ്ധരിക്കുന്ന ഹദീസല്ലയോ, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പൊന്നുമോളെ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ ലാ യദ്ഖുലുൽ ജന്ന വലാ യജ്ദുന റിഹഹാ വരിഹുഹാ യൂജദു മിൻ മസീറത്തി 500 ആം. അവർ വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാ, കാസിയാത്തുൻ പക്ഷേ ആരിയാത്തുൻ, പേരിലെ വസ്ത്രമുള്ളൂ, സ്കിൻ ഫിറ്റാകുന്ന വസ്ത്രമാ. അവർ നഗ്നകളാ, അർത്ഥനഗ്നകളായി കടന്നു പോവുകയാ. മായിലാത്തുൻ മുമീലാത്തുൻ, തൻ അങ്ങോട്ട് ആകർഷിച്ചു പോവുകയും അന്യപുരുഷന്മാരിലേക്ക് ചാന്നു പോവുകയും അന്യപുരുഷന്മാരിലെ തന്നിലേക്ക് ചായ്പിക്കുകയും ചെയ്യുന്ന നടത്തമുള്ളവരാ. അങ്ങനെയുള്ള ഭാഗ്യം കെട്ട പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മോളെ, പ്രപഞ്ചത്തിന് കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ ഉയർത്തിയിട്ടില്ലാത്ത സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയുമോ? ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കൂല. വലാ യജ്ദുന റിഹഹാ, അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും അവരുടെ നാസാരന്ധ്രങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവകാശം പോലുമില്ല. വരിഹുഹാ യൂജദു മിൻ മസീറത്തി 500 ആം. 500 വർഷത്തിന്റെ വടിദൂരത്തെ കടിച്ചു വീഴുന്ന സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, ആ പരിമളം പോലും ആസ്വദിക്കാനുള്ള അവകാശം പോലുമില്ല. മറ്റൊരു വിവാഹത്തിൽ കാണാം, ഞാൻ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കാണാതെ പോകട്ടെ, എന്റെ കണ്ണിന് കാണാതെ പോകട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ സ്വലാത്ത് ചെല്ലുന്ന പൊന്നുപെങ്ങളെ, നിന്റെ വസ്ത്രമൊന്ന് ശ്രദ്ധിക്കു പൊന്നുമോള്. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുകയാ. ഔറത്തിന്റെ കാര്യമൊന്ന് ശ്രദ്ധിക്കാനാ പ്രിയപ്പെട്ട പെങ്ങളെ. സ്വർഗത്തിലെ തമ്പുരാട്ടിമാരുടെ തമ്പുരാട്ടിയായ മഹതിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ എന്ന അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ സ്നേഹിച്ച മഹതിയായ ഖദീജാനെ കുറ്റം പറയുന്നത് റസൂലുള്ളാഹിക്ക് സഹിക്കൂല. മറ്റ് ഭാര്യമാരെ അസൂയപ്പെടുത്തുന്ന രൂപത്തിൽ പോലെ മഹതിയായ ഖദീജാനെ പ്രിയപ്പെട്ട പ്രവാചകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പൊന്നുമോളെ. അങ്ങനെയുള്ള ഖദീജ, ആ ഖദീജ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ എനിക്കൊരാഗ്രഹമുണ്ട് യാ ഹബീബല്ലാഹ്. ഖദീജ ചോദിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഒരാഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, പറ ഖദീജ, എന്താ നിന്റെ ആഗ്രഹം എന്നോട് പറ, നിന്റെ ആഗ്രഹം എന്നോട് പറ ഖദീജ. ഖദീജ പറയുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് വഹിയിന്റെ സന്ദേശം എത്തിച്ചു തരുന്ന ആ ജിബ്രീലുണ്ടല്ലോ, പ്രകാശത്താൽ പടക്കപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുണ്ടല്ലോ, ആ മലക്ക് വലിയ അത്ഭുതത്തിന്റെ മലക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മലക്കിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ യാ റസൂലല്ലാഹ്? എന്റെ കണ്ണിന് ആ മലക്കിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിങ്ങൾ സഫലമാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖദീജ, എന്തായി പറയുന്നത്, വല്ലാത്ത ഒരു കടുത്ത ആഗ്രഹമായി പോയല്ലോ. കൊച്ചുകുട്ടികളെ പോലെ ഖദീജ കൈപിടിച്ചുകൊണ്ട് പിന്നെയും പറയുമ്പോൾ, റസൂലേ, നിങ്ങളല്ലേ ആദ്യം സമ്മതിച്ചത്, ഇനി ഒഴിഞ്ഞുമാറല്ലേ റസൂലേ, എന്റെ ആഗ്രഹം കൊണ്ട് പറയുകയല്ലയോ. അവസാനം സമ്മതത്തിന് വഴങ്ങിയിട്ട് റസൂലുള്ള പറയുകയാ, എന്നാലും നോക്കാം ഖദീജ, ജിബ്രീൽ വരുമ്പോ നാം നിന്നെ വിളിക്കാം. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ മണിമുത്തുരത്നങ്ങളെ പോലെയുള്ള വിയർപ്പിന്റെ കണങ്ങൾ വരികയാ. വഹിയിന്റെ
വരവാ, വഹയിന്റെ വരവാ. 3×10⁸ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശമുണ്ടല്ലോ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശമുണ്ടല്ലോ. ആ പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകളിൽ പ്രമുഖനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകടിയാ. ജിബ്രീൽ വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ ദൂരെ നിന്ന് കാണുകയാ. ഖദീജ അടുക്കളയിൽ നിൽക്കുകയാ. ഖദീജ ഇവിടെ വാ ഖദീജ. അതാ ജിബ്രീൽ വരുന്നുണ്ട്. ഖദീജ വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. എവിടെ മുത്ത റസൂലേ, ഞാനൊന്ന് കാണട്ടെ. എവിടെ ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ വിരൽത്തുമ്പ് കൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ഖദീജ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഖദീജക്ക് കാണാൻ പറ്റുന്നില്ല. ഖദീജ നോക്ക്, ഖദീജ എത്താറായി. ഖദീജ നബിയെ, നിങ്ങൾ ഒരിക്കലും തമാശക്ക് പോലും കള്ളം പറയാത്ത പ്രവാചകരാ. എന്റെ കണ്ണിന് കാണുന്നില്ല യാ റസൂലല്ലാഹ്. ജിബ്രീലിനെ കാണാൻ പറ്റുന്നില്ല യാ റസൂലല്ലാഹ്. എന്താ ഖദീജ നീ കാണാത്തത്? അതാ ജിബ്രീലിന് അടുത്തടുത്ത് വന്നല്ലോ, എന്റെ അടുത്തെത്താറായല്ലോ. എന്താ ഖദീജ നീ കാണാത്തതെന്ന് ചോദിക്കുമ്പോ മഹദിയായ ഖദീജത്തുൽ കുബ്ര വിഷമിക്കുമ്പോൾ, കണ്ണു നിറയുമ്പോൾ, പരിതപിക്കുമ്പോൾ, പരിഭ്രമിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഖദീജയുടെ അടിമുടി ഒന്ന് ശപിക്കുകയാ. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തലയിലെ മുടിയിൽ നിന്ന്, തലയിലെ രോമത്തിൽ നിന്ന്, രോമങ്ങളിൽ നിന്ന് ഒരു രോമം അവരുടെ നെറ്റിതാ ഖദീജയുടെ നെറ്റിത്തടത്തിലേക്ക്, ആ നെറ്റിയിലേക്ക് വീണ് കിടക്കുകയാ. വീണ് കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാ. കുഴപ്പം പിടുത്തം കിട്ടി ഖദീജ, നിന്റെ ഔറത്ത് പൂർണ്ണമായും നീ മറച്ചിട്ടില്ല ഖദീജ. ആ മുടിയൊന്ന് മറയ്ക്ക് ഖദീജ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അങ്ങനെ ഖദീജ ചെയ്തപ്പെടാ ജിബ്രീലിനെ കണ്ടതെങ്കിൽ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഒന്നല്ല 100 കണക്കിന് മുടികൾ കാറ്റിൽ പറത്തി നടക്കുന്ന കലാലയങ്ങളിലും ക്യാമ്പസിലും കാമുകന്മാരോടൊത്ത് തഷ്ടം പോലും ഇല്ലാതെ നടക്കുന്ന, ഞാൻ ഓർത്തു പോവുകയാ. ഇന്നലെ ഇടുക്കി ജില്ലയിലെ അടിമാലിയിലെ പരിപാടിക്ക് പോകുമ്പോൾ, ഇന്നലെ ക്രിസ്മസിന്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് പലരും വന്നു പെങ്ങളെ. അങ്ങനെ ഞാൻ തല ഓർക്കുന്നില്ല. പോകുന്ന വഴിക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയുള്ളൊരു സ്ഥലമുണ്ട്. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അല്ലാ വേദന തോന്നിപ്പോയി പൊന്നുമോളെ. ഈ സമുദായത്തിന്റെ പെൺകുട്ടികളെ, തട്ടമിട്ട പെൺകുട്ടികള് പല ചെറുപ്പക്കാരുമായിട്ട് അവിടെ വന്നുകൊണ്ട് ആ വെള്ളത്താട്ടത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്ന രംഗം കാണുകയാ. വേദനിച്ചു പോകുന്നില്ലയോ? അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുന്നില്ലയോ നിങ്ങളുടെ ഈ പ്രവർത്തനം? പൊന്നുമോളെ, ദുനിയാവ് നിസാരമാ. അല്ലാഹുവിന്റെ പരലോകം വരാനുണ്ട് മോള്. ഈ നൈമിഷികമായ ജീവിതം കഴിയാനുണ്ട് മോള്. ഖബറാകുന്ന പരലോകത്തേക്കുള്ള പരലോകത്തേക്കുള്ള ചവിട്ടുപടികളിൽ ഒന്നാമത്തെ ചവിട്ടുപടി അത് നിന്റെ ഖബറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പൊന്നുപെങ്ങളെയാ ഖബർ നീയും പോവണ്ടയോ? പട്ടാപ്പകല് പള്ളിക്കാട്ടിലൊറ്റക്ക് നിൽക്കാൻ പേടിയുള്ള മോള്. എങ്ങനെയാ പെണ്ണ്? കഥയല്ല ഇത്, ചരിത്രമല്ല ഇത്, സാങ്കല്പിക വിഷയമല്ല, അഭിപ്രായം പറയാനല്ല, ആസ്വദിക്കാനല്ല. നിന്റെയും എന്റെയും ശരീരം കൊണ്ടുപോകപ്പെടുമ്പോൾ, ആളുകൾ തോളിലേറ്റപ്പെടുമ്പോൾ, മീസാങ്കല്ല് മാറ്റിവെച്ചുകൊണ്ട് ആ മീസാങ്കല്ല് നിന്നെ പിന്നെ ചാർത്തപ്പെടുമ്പോൾ, ആ മീസാങ്കല്ലിന്റെ അടിയിലുള്ള ലോകമുണ്ടല്ലോ, ആ പച്ചമണ്ണിലേക്ക് താഴ്ത്തിവെക്കുമ്പോൾ, അവിടെ പലകയും സ്ലാബും കല്ലുമൊക്കെ വെച്ചുകൊണ്ട് മണ്ണ് മൂടുമ്പോൾ, ആരാ പെങ്ങളെ ഒരു കാമുകനും വരൂല്ല. അവിടെ ചാറ്റിംഗ് ഇല്ല മോളെ, അവിടെ ഫേസ്ബുക്ക് ഇല്ല മോളെ, അവിടെ ചാറ്റില്ല മോളെ, അവിടെ വാട്സാപ്പില്ല മോളെ, അവിടെ ഒരിക്കലും ഷെയറും ലൈക്കും കമന്റും ഇല്ല, അവിടെ ഒരു വൈബറും ഒന്നുമില്ല പൊന്നുമോളെ. അവിടെ നിന്റെ ലാപ്ടോപ്പില്ല, ഐപാഡില്ല, മൊബൈൽ സംവിധാനമില്ല, ഒരു നെറ്റ്വർക്കും ഇല്ല പൊന്നുമോളെ. അവിടെ ടെലിവിഷൻ ഇല്ല പൊന്നുമോളെ. ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത ഖബറിൽ നീ
നിന്നെ വെക്കുമ്പോ അല്ലാഹുവിന്റെ സഹായം മാത്രമുള്ള ആ ഖബറിൽ നിന്ന് സന്തോഷിച്ച് ഖിയാമത്ത് നാൾ വരെ കിടക്കാൻ പടച്ചവനെ പെങ്ങന്മാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, സഹോദരിമാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുസ്തഫ മുഹമ്മദ് അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഒരാൾ പോലും ആവശ്യമില്ലാതെ എല്ലാവരും ചെറിയ ദ്വാരക്കാർ ഇതുവരെ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. അൽഹംദുലില്ലാഹ് നല്ല ഇഖ്ലാസോടെ ശ്രമിച്ചവരൊക്കെ അകത്ത് വരും. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടിട്ട് വന്നവരാണെങ്കിൽ ചിലപ്പോൾ വരാൻ മതി. വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. നല്ല ഇഖ്ലാസോടെ പഠിച്ചവനെ നിന്റെ ദീൻ പറഞ്ഞതാ. ഞങ്ങളുടെ സഹോദരിമാരെ കുറിച്ച്, ഞങ്ങളുടെ ഉമ്മമാരെ കുറിച്ച്, സഹോദരിമാരെ കുറിച്ച്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ കുറിച്ച്, ഞങ്ങളുടെ പെങ്ങന്മാരെ കുറിച്ച്, ഉമ്മമാരെ കുറിച്ചൊക്കെ പറഞ്ഞതാ. ഉമ്മമാരെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉമ്മമാരെങ്ങനെങ്കിലും എങ്ങനെ പ്രശ്നം ഉണ്ടാവും? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉമ്മമാരില്ല. പ്രായം കൂടിയ ആളുകളൊക്കെ നമുക്ക് തൽക്കാലം അവരെ കുറിച്ചൊന്നും പറയണ്ടാലോ ഒന്നും ചിന്തിക്കേണ്ട. ഈ അടുത്ത് കായംകുളത്ത് സുബ്ഹാനല്ലാഹ് ഒരു 10-18 വയസ്സുള്ള പെൺകുട്ടി തന്റെ അമ്മയോട് പറഞ്ഞു, അപ്പുറത്തെ ചെറുപ്പക്കാരൻ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അയാൾ ഗൾഫിൽ നിന്ന് വന്നതാ, എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. അമ്മയോട് പറഞ്ഞു. ശല്യം കൂടിയപ്പോൾ അമ്മയോട് പറഞ്ഞു ഒരു പെൺകുട്ടി, ഒരു അന്യമത സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. അങ്ങനെ അമ്മ പറഞ്ഞു, അവനിപ്പോ ശരിയാക്കാന്നൊക്കെ പറഞ്ഞ അമ്മ നമ്പരൊക്കെ വിളിച്ചിട്ട് ശരി അങ്ങോട്ട് തെറിയൊക്കെ വിളിച്ചു. ഭയങ്കര ചൂടായി, ചൂടായി 45 വയസ്സുള്ള ഈ അമ്മ, മക്കളുടെ അമ്മ അങ്ങ് തണുത്ത് അങ്ങ് ഉറഞ്ഞു. പിന്നെ അമ്മയുമായിട്ടായി എല്ലാ ബന്ധവും. മാത്രമല്ല പിന്നെ അമ്മയുമായിട്ട് വീട് വിട്ടിറങ്ങിപ്പോയി. 45 വയസ്സുള്ള 3 മക്കളുടെ തള്ളയും 23 വയസ്സുകാരൻ മകളെ ലൈനാക്കാൻ വന്ന ഈ ചെറുപ്പക്കാരനോടൊത്ത് കെട്ടുപൊട്ടിച്ചുകൊണ്ട് അമ്മ ഇറങ്ങിപ്പോയ കഥ. ഇത് വെറും ഒരു കഥയല്ല, കായംകുളം പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേസാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഭാഗത്തൊക്കെ സഞ്ചരിക്കുന്നെങ്കിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് വണ്ടി ഒന്ന് ചവിട്ടാം, സ്റ്റേഷനിലൊന്ന് പോകാം, ഒന്ന് ചോദിക്കാന്നൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്നെ ഒന്നും വിളിക്കണമെന്നില്ല, നേരെ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ ഈ പരിസരത്ത് നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവർ ഇതിനേക്കാളും നല്ല വിശാലമായ റിസൾട്ട് അവർ തരും. അപ്പൊ ഉമ്മമാരെ ഇവിടെയുള്ള ഉമ്മമാരെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, അങ്ങോട്ടുള്ളവരെ കുറിച്ച്. എനിക്കങ്ങ് പോകണമല്ലോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഉമ്മമാരെയൊക്കെ അല്ലാഹു നല്ല റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ, ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാ ആളുകളും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മദ്ഹ് ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ദുആ ചെയ്യും. കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് നമ്മളെ ഒരു പദ്ധതി ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാ ആളുകളും ആത്മാർത്ഥമായിട്ട് നാളെയൊക്കെ നമ്മുടെ ദേവർഷോൽ ഉസ്താദൊക്കെ വരുന്നുണ്ട്, കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹായിക്കണം, കാര്യമായി സഹായിക്കണം. പൈസ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഒരാൾ എഴുന്നേക്കരുത്, ഇനി വയലു തീർന്ന് ഇനിയിപ്പോ പിരിവാ, അങ്ങനെ ചെറിയ ആരെങ്കിലും സന്മനസ്സുണ്ടെ കൊടുത്തോട്ടെ. നീ എന്തിനാ വെപ്രാളപ്പെടണം? നീ കൊടുക്കൂലല്ലോ. നിനക്ക് കൊടുക്കാൻ മനസ്സില്ല, നീ വെപ്രാളപ്പെടണം. സമാധാനത്തോടുകൂടി ആരും എഴുന്നേക്കരുത്, അങ്ങനെ എഴുന്നേക്കാൻ പാടില്ല. അങ്ങനെ ഞാനങ്ങ് പോയാല് എന്റെ പോക്കറ്റിൽ നിന്നും പോവില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും കൊടുക്കരുത്, കൊടുത്താൽ പ്രതിഫലമില്ല. നിങ്ങൾ അവിടെ ഇരിക്കണം, നല്ല ഇഖ്ലാസോടെ ആമീൻ 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 പറഞ്ഞാൽ മാത്രം മതി. പുറൊന്നും നിങ്ങൾ ചെയ്യണ്ട. കൊടുക്കാൻ മനസ്സിലാക്കാണ്. കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ സൗഭാഗ്യമുള്ള ആളുകളുണ്ടാവും, പടച്ചവൻ ബർക്കത്ത് ചെയ്തവരുണ്ടാവും, അല്ലാഹു നല്ല മനസ്സ് കൊടുത്തവരുണ്ടാവും. കൊണ്ടുപോകാൻ പറ്റുന്നത് അതാണ് ഇവിടെ കൊടുക്കുന്നത്, ബാക്കിയൊന്നും കൊണ്ടുപോകില്ല. ഞാനിങ്ങനെ ഓർത്തു പോവുക, ഒരുപാട് കോടിക്കണക്കിന് രൂപയുള്ള എത്രയോ വലിയ ഹാജിയന്മാരും വലിയ കാര്യപ്പെട്ട ആളുകളും. അല്ലാഹു എല്ലാ വിപത്തുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ദുനിയാവിൽ വെച്ച് തന്നെ മനുഷ്യന്റെ നിസ്സാരത, എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വരും, നമ്മുടെ പരിസരത്തൊക്കെ എത്രയുണ്ടാവും, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആളിങ്ങനെ വീണ് അവസാനം രോഗമായി കിടപ്പിലായി, കുറെ കൊണ്ട് ചികിത്സിച്ചു, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി മറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഓടി നടന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, 90 ആയില്ലേ, ഇനി മോനെ അങ്ങനെ പോയിക്കോളും, തീർന്നോളും എന്നൊക്കെ പറയുമ്പോൾ 3 മാസം 4 മാസം 5 മാസം 8 മാസം ഒക്കെ മക്കളും അടുത്തു തുടങ്ങും. എന്നിട്ട് ഉസ്താദിനെ കൊണ്ടുള്ള ദ്വാരപ്പിക്കലൊക്കെ, ഉസ്താദ് ഇങ്ങനെ ഒരു കേസുണ്ട്, എന്തായിരുന്നാലും സലാമത്തിന് വേണ്ടി നിങ്ങളൊന്ന് ദ്വാ ചെയ്യും. എന്താണോ എന്റെ അർത്ഥം? എന്റെ ഉപ്പായൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കുന്നല്ലേ? അങ്ങനെ ദ്വാ ചെയ്യൽ ഒരിക്കലും അപരാധമാണെന്നല്ല പറഞ്ഞത്.
മരണം ഖൈറാണെങ്കിലും പടച്ചവനെ നീ മരണം നൽകണോ നമുക്ക് ദ്വാരക്കാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കണം, എല്ലാ പിടുത്തം വിട്ട് നിസ്സാരനായി മക്കളെ പോലും ദ്വാരക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട് കിടക്കുന്ന എത്ര ആളുകളുണ്ട്. ആ സമയത്ത് കോടികൾ ഉണ്ടാവുകയില്ലേ, ആ സമയത്ത് പലതും കൊടുക്കണമെന്ന് തോന്നും. പറയാൻ ചിലപ്പോ നാവ് ഉയരൂല, എന്താ തിരിയൂല, എന്താ പറയുന്നത്, മൊത്തം കൊടുക്കാനാ പറയുന്നത്. ചിലർക്ക് പറയും, മെല്ലെ പറഞ്ഞു ഒപ്പിക്കും. മക്കള് കേട്ടാ പെട്ടെന്ന് നിനക്ക് തോന്നിയതാ അത്, ഉപ്പ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഉപ്പ അങ്ങനൊന്നും പറയേയില്ല, നിനക്കെന്തോ തോന്നിയതാണ് അങ്ങനെ പറയും. മനസ്സിലായില്ല? അപ്പൊ ഈ ആരോഗ്യമുള്ള സമയത്ത് കൊണ്ടുപോകാനുള്ള നമ്മൾ കൊടുക്കുന്നത് ഇത് ഒരു ബണ്ടിച്ചോറും അടിച്ചു മാറ്റൂല. ചിന്തിച്ചു നോക്കിയ മനുഷ്യന്റെ അവസ്ഥ. ഇത്ര ഉണ്ടാക്കിയിട്ടിട്ട് മക്കളെ മരിപ്പിക്കാൻ ദുആയിരുന്നു, ഒന്നുമില്ലാതെ പടച്ചവനെ ഞാൻ ഇത്ര ഉണ്ടാക്കി എന്റെ മക്കള് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ലല്ലോ അല്ലാ എന്ന അവസ്ഥ. അപ്പൊ ഈ ആരോഗ്യമുള്ള സമയത്ത്, പറ്റുന്ന സമയത്ത് അല്ലാഹു തരുന്ന തൗഫീഖാണിത്. അല്ലാഹുവിന്റെ പള്ളി മൻ ബനാ ലില്ലാഹി മസ്ജിദാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നാ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ടൊന്ന് സഹായിച്ചാൽ പടച്ചവൻ സ്വർഗ്ഗത്തിൽ ഒരു സുന്ദരമായ ഭവനം നിങ്ങൾക്ക് പണിതൊരുക്കി തരും. മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തെ കൊണ്ട് വിശ്വാസമുള്ളവരെന്തെങ്കിലും ചെയ്യും. ദുനിയാവിലുള്ള ഒരല്പസ്വല്പം സമയത്തിലുള്ള ജീവിതം, ഒരല്പസമയം ദുനിയാവിലുള്ള ജീവിതത്തെ കുറിച്ച് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ട് വിശാലമായ ഇല്ലായ്മക്കിടക്കുള്ള ചെറിയ ഒരു ഉമ്മ. ഒരു വാക്ക് വല്ലാത്തൊരു വാക്കാണ്, ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. അത് ചിലപ്പോൾ കൽബിൽ കയറിയാൽ ചിലപ്പോൾ അത് മതിയാവും നമുക്ക് രക്ഷപ്പെടാൻ. ദുനിയാവ് നമുക്ക് വലിയ വിശാലമാണെന്നും ഒരുപാട് ടൈം ഉണ്ടെന്നും ഒക്കെ തോന്നുന്നുണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടും. അല്ലാഹു നല്ല ചിന്ത നമുക്ക് നൽകുമാറാകട്ടെ. ദുനിയാവിന്റെ നിസ്സാരതയും ഇഹലോകത്തിന്റെ നിസ്സാരതയും പരലോകത്തിന്റെ വിശാലതയും മനസ്സിലാക്കാനുള്ള ആത്മീയമായ ഊർജ്ജം അല്ലാഹു നമുക്ക് കനിഞ്ഞരുളി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, രണ്ട് കര കാണാത്ത, അറ്റം കാണാത്ത രണ്ട് ഇല്ലായ്മയുടെ ഇടയിലുള്ള ചെറിയ ഒരു ഉണ്ടാകൽ, ഒരു ഉമ്മ മാത്രമാണ് നമ്മുടെ ജീവിതം. മനസ്സിലാകാത്ത ഒരുപാട് പേര് കാണും. ഒന്നുകൂടെ പറഞ്ഞു തരാം. സഹോദരങ്ങളെ, നമ്മൾ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരും കൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഉറപ്പല്ല? എടാ, എല്ലാരും നേരത്തെ അങ്ങുള്ള ആളുകളായിരുന്നു ഇരിക്കുന്ന ആളുകൾ. ഖദീം എന്ന് പറഞ്ഞാൽ പടച്ചവനുള്ള സിഫത്താ, വേറെ ആർക്കും ആ സിഫത്തില്ല. നമ്മളൊക്കെ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 30 വയസ്സുള്ള ആള്, 30 വയസ്സുള്ള ആള് ഒരു 40 വർഷത്തിന് മുമ്പ് എവിടെ മടഗർഭാഷയുടെ കൂട്ടിയിട്ടാണ് ചോദിക്കും. എല്ലാം കൂടെ കൂട്ടിയിട്ട് പറയാം. ഒരു 30 വയസ്സുള്ള ആള് 40 വർഷത്തിന് മുമ്പ് എവിടെയാ? അല്ലെങ്കിൽ 35 വർഷത്തിന് മുമ്പ് എവിടെയാ? നമ്മൾ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എത്ര നാള് നമ്മൾ ഇല്ലാതിരുന്നു? വേഗം പറയാം. എത്ര നാള് നമ്മൾ ഇല്ലാതിരുന്നു? ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, ഉറപ്പിച്ചു കഴിഞ്ഞു. എത്ര നാളില്ലായിരുന്നു? കുറച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല്ല. നിങ്ങൾ വേഗം പറയാൻ പറയാൻ പറ്റുമോ? നമ്മൾ ഇല്ലാതിരുന്ന എത്ര കാലമാണ് എന്ന് നമുക്ക് അതിന്റെ ദൈർഘ്യം പറയാൻ സാധ്യമല്ല. വല്ലാത്ത കാലയളവാണ് അല്ലേ നമ്മളില്ലാതിരുന്നത്. എന്നിട്ടോ ഇനി ഈ ഭൂമിയുടെ പുറന്തരയിൽ നിന്നും നമ്മുടെ വിലാസം തീരുക. ഭൂമി നമ്മൾ താഴോട്ട് പോകും, ഭൂമിയുടെ ഉള്ളിലേക്ക് പോവാൻ. പിന്നെ നമ്മുടെ ഭൂമിയിലില്ല, ഭൂമിയിലില്ല. എത്ര കാലം പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? രണ്ട് കര കാണാത്ത, രണ്ട് വലിയ വിശാലമായ, രണ്ട് ഇല്ലായ്മക്കിടക്കുള്ള ചെറിയ ഒരു ഉമ്മ, ഒരു ഉണ്ടാകൽ. അതാണ് ജീവിതം. മനുഷ്യ എന്ന് ചിന്തിച്ചു. ഇത് ഈമാനുള്ള ഖൽബുകൾക്കാണ്. നിങ്ങൾ തന്നാലും പേടിച്ചില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള ഒരു ചെറിയ ഔഷധമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നമ്മുടെ മനസ്സ് വിശാലമാക്കി പെരുമാറാകട്ടെ. ഞാനിത് പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ, തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ അടുത്ത് പിന്നെ എന്നൊരാക്ഷേപം. ഇവിടെ ആര് തലയിറങ്ങിയാലും എനിക്കറിയാൻ പറ്റും, എല്ലാ ആക്ഷനും എനിക്കറിയാൻ പറ്റും.
എത്ര കൽബുകളിൽ പ്രകമ്പനം കൊണ്ടു എന്ന് എനിക്കറിയാം. ഇന്നത്തെ ഈ വാഴ ഈ വട്ടമടിച്ച സ്ഥലത്ത് ഞാൻ പറഞ്ഞു, എത്ര പേര് ഇതിനെ കൂടുതൽ ശ്രദ്ധിച്ചു. നിർത്തല്ലേ നിർത്തല്ലേ ഉസ്താദ് എന്ന മുഖഭാവ പ്രകടനമുള്ള എത്ര ആളുകൾ എന്റെ മുമ്പിലുണ്ട് എന്ന് എനിക്കറിയാൻ പറ്റും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നന്നാക്കട്ടെ, അള്ളാഹു നന്നാക്കട്ടെ. അങ്ങനെ നിസ്സാരമൊക്കെ അല്ലോട്ടോ, വേറെന്തെങ്കിലും പറഞ്ഞതാണ്, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു ചെറുപ്പക്കാരൊക്കെ നന്നാക്കട്ടെ. വളരെ മഹാന്മാരായ വലിയ ആരിഫീങ്ങളോട് കൗല പറഞ്ഞത് നമ്മളതിന്റെ ഇടയ്ക്ക് ഒരു എന്താ ഒരു ഒന്ന് അറിയിച്ചു തരുന്ന ഒരാളാ, ഒരു മീഡിയേറ്റർ മാത്രമാണ്. ഇതൊക്കെ സാലിഹീങ്ങൾ പറഞ്ഞ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ്. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കട്ടെ. അള്ളാഹു ദുനിയാവിന്റെ നിസ്സാരത ഖൽബിൽ ശരിക്കും ഉറപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് നിസ്സാരമാണെന്ന് തോന്നിയെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് പരലോകത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഞാൻ എപ്പോഴും മിക്കവാറും സാഹസിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ദുനിയാവിലുള്ള നമ്മുടെ ജീവിതവും നമ്മളും നമ്മുടെ ഈ ജീവിതവും ദുനിയാവും തമ്മിലുള്ള ഒരു ബന്ധം വള്ളവും വെള്ളവും പോലെയുള്ള ഒരു ബന്ധമാണ്. എന്താ പറഞ്ഞ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതവും നമ്മളും തമ്മിൽ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താ? വള്ളം എന്ന് പറഞ്ഞാൽ അറിയോ? തോണി. നിങ്ങൾ എന്തോന്ന് തലയാട്ടോ അറിയോ? എനിക്കറിയണ്ടേ, വള്ളവും വെള്ളവും പോലെയുള്ള ബന്ധം അതെങ്ങനെയുള്ള ബന്ധമാണെന്ന് ചോദിച്ചാൽ, വള്ളത്തിന് പോകാൻ വെള്ളം ആവശ്യമാണ്, വള്ളത്തിന് പോകാൻ വെള്ളം ആവശ്യമാണ്. പക്ഷേ വള്ളത്തിന് പോകാൻ ആവശ്യമായ വെള്ളം വള്ളത്തിന്റെ ഉള്ളിൽ കടന്നു പോയാലോ മറുകര കാണാൻ പറ്റൂല. പോകണമെങ്കിൽ വെള്ളം വേണം. പോകാൻ ആവശ്യമായ വെള്ളം വള്ളത്തിന്റെ ഉള്ളിൽ കടന്നു പോയാലോ മറുകര കാണാൻ സാധ്യമല്ല. ദുനിയാവില്ലാതെ സ്വർഗമില്ല. ദുനിയാവെന്ന പരപ്പിലൂടെ പരലോകമെന്ന അത്ഭുതത്തിലേക്ക് കടന്നു പോകാനുള്ള മനുഷ്യ, ഈ ദുനിയാവാകുന്ന ജലപ്പരപ്പ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോയാലോ സ്വർഗം നമുക്ക് കാണാൻ പറ്റൂല. സ്വർഗത്തിലെത്തണമോ ദുനിയാവ് വേണം. വല്ലാത്ത ഉദാഹരണം. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തീരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്യാൻ പറ്റുന്ന ചെയ്തോളി. ഒരു പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്ന ആൾ എത്ര രൂപ